നമസ്കാരം. JRCM. എൻ്റെ പേര് കലാബിജു. വീട് കൊമ്പിടിഞ്ഞാമാക്കല്. 7 വർഷമായ RCM എന്ന ഈ ഒരു മഹാനന്മയില് ഏറെ സന്തോഷത്തോടു കൂടി കഴിയുന്നു. ഈ ഒരു RCM എന്ന ഈ മഹത്തായ നന്മ ഞങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചത് കൊമ്പിടിഞ്ഞാമാക്കലിന്റെ പവർഫുൾ ലീഡർ സ്റ്റാർ എമറാൾഡ് സജീവ് കുമാർ സാറാണ്. സജീവ് കുമാർ സാറിനെയും ഫാമിലിയെയും ഈ ഒരു അവസരത്തിൽ ഞാൻ ഏറെ സ്നേഹത്തോടെ നമിക്കുന്നു. RCM എന്ന മഹത്തായ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ഞാൻ വെറും സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് പഠിച്ചത്. നല്ലൊരു ജോലി സമ്പാദിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ. പക്ഷെ വിവാഹത്തിന് ശേഷം ജോലിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ആ ഒരു അവസരത്തില് നമ്മൾ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്തരം വിഷമായിരിക്കും. കാരണം ഇത്രയും വർഷങ്ങള് നമ്മൾ പഠിച്ചു. 17 വർഷം ഞാൻ പഠിച്ചു. 17 വർഷം പഠിച്ചിട്ടും ജോലിക്ക് പോവാതെ വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥ ആലോചിക്കുമ്പോ എന്തായിരിക്കും. പക്ഷെ അങ്ങനെ ജോലിക്ക് ഇരിക്കുകയായാലും എന്നും ഒരു നല്ലൊരു ജീവിതം ഉണ്ടാവും എന്നുള്ളൊരു ആഗ്രഹവും സ്വപ്നവും മനസ്സിലന്നും ഇന്നും ഉണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം പെട്ടെന്ന് തന്നെ കുട്ടികളായി. പിന്നെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. വീട്ടിൽ അച്ഛൻ, അമ്മ, പ്രായമായവര്. പിന്നെ ബിജു സാറാണെങ്കിൽ RCM പ്രസ്ഥാനത്തിൽ കടന്നു വരുന്നതിന് മുന്നേ ഗൾഫിലാണ് ജോലി ചെയ്തിരുന്നത്. വിവാഹം കഴിക്കുന്നതിന് മുന്നേ തൊട്ട് ഗൾഫിലായിരുന്നു. ഏകദേശം ഒരു 12 വർഷക്കാലം ഗൾഫിൽ ജോലി ചെയ്തു. അതിക്ക് മുന്നേ വിവിധ സ്ഥലങ്ങളിൽ, ബോംബെയിലും മദ്രാസിലും അവിടെ ഇവിടെയൊക്കെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് എന്താണ് വഴിയെന്ന് ആലോചിച്ച് പറ്റാവുന്ന ജോലികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ ഒരു ഓരോ വർഷവും, ഒരു വർഷത്തിൽ 2 മാസത്തെ ലീവിനാണ് വരിക. ഓരോ വർഷവും നാട്ടിൽ വന്നു പോകുമ്പോൾ ഞാൻ ബിജു സാറിനോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം, എന്നാ നാട്ടിൽ നിൽക്കാന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സാഹചര്യങ്ങളും ഇതൊക്കെ അനുസരിച്ചിട്ട് ഗൾഫിൽ കിട്ടുന്ന ഒരു വരുമാനം വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ സാമ്പത്തിക പ്രതിസന്ധികളും നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ നിൽക്കാനായിട്ട് ആള് തയ്യാറായിരുന്നില്ല. എന്തെങ്കിലും ഒരു ഇത് വരുമ്പോ നാട്ടില് നമുക്ക് നിൽക്കാം, എന്തെങ്കിലും ചെയ്യാം, ബിസിനസ് ചെയ്യാം, കുറച്ചു നാളും കൂടിയും അവിടെ മുന്നോട്ട് പോവേണ്ടി വരും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു സജീവ് സാറ്. ചെറുപ്പത്തിലേ തൊട്ടുള്ള ഒരു കൂട്ടുകാരനാണ് സജീവ് സാർ. അപ്പൊ ഓരോ തവണ ലീവിന് വരുമ്പോഴും സാറ് സജീവ് സാറിന്റെ വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ സജീവ് സാറ് നമ്മുടെ വീട്ടിലേക്ക് വരും. രണ്ടുപേരും സംസാരിക്കും. അപ്പോഴൊക്കെ പറയാറുണ്ട്, എന്തെങ്കിലും ബിസിനസ് ചെയ്ത് നാട്ടിൽ നിൽക്കണം എന്ന്. അങ്ങനെ ഒരു തവണ ലീവിന് വന്ന സമയത്ത് സജീവ് സാറ് വീട്ടിലേക്ക് വരികയും കുറച്ച് ഉൽപ്പന്നങ്ങളായിട്ടാണ് അന്ന് വന്നത്. ആ ഉൽപ്പന്നങ്ങളൊക്കെ പരിചയപ്പെടുത്തി തന്നു. എന്നെ അമ്മയും വിളിച്ചിട്ട് ബിജു സാറും സജീവ് സാറും കൂടി സംസാരിച്ച് ഇത് നല്ല ഉൽപ്പന്നങ്ങളാണ്, ഉപയോഗിക്കുന്നു പറഞ്ഞ് തന്നു. അപ്പൊ എന്തായാലും പ്രൊഡക്റ്റ് ഒക്കെ തന്നതല്ലേ, അതിൽ ന്യൂട്രിചാർജ് കിഡ്സും ഉണ്ടായിരുന്നു. വീട്ടിൽ ഉപയോഗിക്കാനുള്ള ചെറിയ ചെറിയ ഐറ്റംസ്, സോപ്പ്, ചായല, പേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊരു എണ്ണ ഉണ്ടായിരുന്നു, RCM ഹെൽത്ത് ഗാർഡ് ഓയിൽ. പക്ഷെ ഇത് വെളിച്ചെണ്ണയൊക്കെയാണ് അന്ന് ഉപയോഗിച്ചത്. ഈ തവിടെണ്ണയെ കുറിച്ച് അറിയ പോലും ഇല്ല, ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. എനിക്ക് ഉപയോഗിക്കാനും അത്ര താല്പര്യം തോന്നിയില്ല. പക്ഷെ ചേട്ടൻ നിർബന്ധിച്ച് പറഞ്ഞപ്പോ ഓരോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോ അതിന്റെ റിസൾട്ട് എന്താന്ന് വെച്ചാൽ നല്ല പ്രൊഡക്റ്റുകളാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇരിക്കെ 2-3-4 ദിവസം കഴിഞ്ഞപ്പോ സജീവ് സാറ് വീട്ടിലേക്ക് വന്നു. ഒരു ദിവസം രാത്രി 10 മണി നേരത്ത് വന്നിട്ട് പറഞ്ഞു, നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, തിരുവനന്തപുരത്താണ്, നമുക്ക് പോകണം, ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ബിജു സാറ് പോവാനായിട്ട് തയ്യാറായി. എന്നോട് പറഞ്ഞു, നാളെ രാവിലെ തിരുവനന്തപുരത്ത് പോവാണ്, ഒരു മീറ്റിംഗ് ഉണ്ട്, സജീവിന്റെ കൂടെയാണ് പോണേന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വെളുപ്പിന് പോയി. വൈകിട്ട് തിരിച്ചെത്തിയപ്പോൾ ഞാന് ബിജു സാറിനോട് ചോദിച്ചു, തിരുവനന്തപുരത്ത് പോയിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ഒരു ബിസിനസ് ക്ലാസ് ആയിരുന്നു, നല്ല വരുമാനം വാങ്ങിക്കാനുള്ള ഒരു മാർഗമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ ബിജു സാറും സജീവ് സാറൊക്കെ കൂടി പരിയാരം RCM ഷോപ്പിലേക്ക് പോയി. അന്ന് നമ്മളുടെ ഇവിടെ ഒന്നും ഷോപ്പുകൾ ഉണ്ടായിരുന്നില്ല, അടുത്തടുത്തൊന്നും ഒരു ഷോപ്പില്ല. പരിയാരത്ത് വിൽസൺ സാറിന്റെ ഒരു ഷോപ്പാണ് ഉണ്ടായിരുന്നത്. ഈ ഷോപ്പിലേക്ക് പോവാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു വന്നപ്പോൾ
ഒരു 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങളായിട്ടാണ് ബിജു സാറ് വീട്ടിൽ വന്നത്. ഞാൻ നോക്കുമ്പോ വീട് നിറയെ പ്രൊഡക്റ്റുകൾ. ഞാൻ പറഞ്ഞു ഇത് എന്ത് ചെയ്യാനാന്നാ ചോദിച്ചപ്പോ ഉപയോഗിക്കുന്നു പറഞ്ഞു. കുറെ ഉൽപ്പന്നങ്ങളൊക്കെ ഞാൻ ഉപയോഗിച്ചു. നമുക്ക് എന്തായാലും ഈ ഇതിൽ നമുക്ക് ഉറച്ചു നിൽക്കാം, ഇതിൽ നല്ലൊരു വരുമാനം കിട്ടാനൊരു മാർഗമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ പറഞ്ഞു നിനക്ക് പരിചയമുള്ള തൊട്ട് അടുത്ത വീടുകളിലൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഗൾഫിലായിരുന്നപ്പോ എന്നും പറയാറ് നാട്ടിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്യാം, നമുക്ക് ഒന്നിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറയും. പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് നാട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയപ്പോ ഇതൊക്കെ സെയിൽ ചെയ്യാൻ പോണ്ടേന്ന് ആലോചിച്ചപ്പോ ഒരു വിഷമം. കാരണം വിവാഹം കഴിഞ്ഞ് വിജ് സാറിന്റെ വീട്ടിൽ വന്നതിന് ശേഷം ഞാനൊരു ഉപ്പ് മേടിക്കാനോ ഒരു സോപ്പ് മേടിക്കാനോ പോലും വീട് വിട്ട് ഞാൻ പുറത്തു പോയിട്ടില്ല. ഒരു കാര്യത്തിനും പുറത്തു പോയിട്ടില്ല. ഒരു എല്ലാ കാര്യത്തിനും നല്ല സുഭിക്ഷമായിട്ട് നല്ല സന്തോഷമായിട്ട്. ആള് നാട്ടിലില്ല എന്നുള്ളൂ, പക്ഷെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ ഈ പ്രൊഡക്റ്റ് ഒക്കെ പിടിച്ച, ഞങ്ങളുടെ വീടിന് ചുറ്റുവട്ടത്ത് അങ്ങനെ അയൽവക്കമില്ല, കുറച്ച് ദൂരെ മാറിപ്പോയിട്ടാണ് അയൽവക്കം. വീടിന് ചുറ്റും പറമ്പാണ്. അയൽവക്കം കാണണമെങ്കിൽ കുറച്ച് ദൂരം പോകണം. പക്ഷെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മള് ഇത് ആളെ ഹെൽപ്പ് ചെയ്യണ്ടേ എന്ന് വെച്ചിട്ട് ഞാനും ഒരു തീരുമാനം എടുത്തു. എന്തോ ആവട്ടെ, എങ്ങനെയെങ്കിലും ഈ പ്രൊഡക്റ്റ് ഒക്കെ കൊണ്ടുപോയി സെയിൽ ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. അന്ന് നാട്ടിൽ നിന്ന സമയത്ത് RCMലേക്ക് ചൂട് വെച്ചിട്ടുള്ളൂ. ഡെയിലി വീട്ടിലെ ചെലവും കാര്യങ്ങളും കഴിഞ്ഞു പോണ്ടേ. അതിനു വേണ്ടിയിട്ട് ബിസാറ് പറവൂര് ഒരു ടാങ്കിന്റെ വർക്ക്ഷോപ്പിലാണ് ജോലിക്ക് പോയിരുന്നത്. ആള് ജോലിക്ക് പോയി വരുമ്പോഴേക്കും ഇതൊക്കെ വിൽക്കണം എന്നുള്ള മനോഭാവത്തോടു കൂടി 2 സഞ്ചിയിലാക്കി പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ ഓരോ വീടാന്തരം കയറി ഇറങ്ങി. വളരെ വിഷമിച്ചാണ് കയറി ഇറങ്ങിയത്. ഇപ്പൊ പറഞ്ഞ എന്നോട് ഇത്രയും നല്ല ജോലി ബിജുവിന് ഉണ്ടായിട്ട് എന്തിനാ നീ ഉപ്പും മല്ലി മുളകൊക്കെ വിൽക്കാൻ പോണേ? ഇത്രയും പഠിച്ചതല്ലേ, എനിക്ക് ശ്രമിച്ചാല് ഒരു ജോലിയൊക്കെ വാങ്ങിക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ PSC പഠിക്ക്, ആ ജോലി നോക്ക്, ഈ ജോലി നോക്ക്, മോള് എന്തിനിങ്ങനെ വെയിലും കൊണ്ട് നടക്കണേന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത്. നല്ല ജോലി കുറച്ചും കൂടി പുറത്ത് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നല്ല വരുമാനമായിട്ട് നാട്ടിൽ വന്നാൽ മതി ബിജു, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് ചോദിച്ച് വളരെ പുച്ഛമനോഭാവത്തോടു കൂടി അവര് സംസാരിച്ചു. പക്ഷെ എൻ്റെ ഒരു ഉൽപ്പന്നങ്ങളൊക്കെ, ഒരു പേസ്റ്റോ ഒരു ചായലോ ഇതൊക്കെ അവര് വാങ്ങിച്ചു. പക്ഷെ ഞാൻ തിരിച്ചു വന്നപ്പോ ബിജു സാറ് വൈകിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരും എന്നെ കളിയാക്കി, എനിക്ക് ആകെ വിഷമായി, ഞാൻ ഈ നാളെ തൊട്ട് സെയിലിനൊന്നും പോണില്ല, എനിക്ക് വയ്യ ഇതൊക്കെ വിൽക്കാൻ നടക്കാൻ പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു എന്തായാലും ഞാൻ ഇനി ഗൾഫിലേക്ക് തിരിച്ചു പോണില്ല, നാട്ടിൽ നിൽക്കാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പിടിച്ചു നിൽക്കണം. കളിയാക്കാനും പുച്ഛിക്കാനും നമ്മളെ പഴി പറയാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. ഈ കളിയാക്കിയവരുടെ മുന്നിലും പുച്ഛിച്ചവരുടെ മുന്നിലൊക്കെ വിജയിച്ച് കാണിക്കണം എന്ന് ബിജു സാറ് പറഞ്ഞു. ഒരു പ്രചോദനമേറിയ വാക്കുകളായിരുന്നു. ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഞാനും രണ്ടും കൽപ്പിച്ച് തന്നെ പ്രൊഡക്റ്റുകൾ എടുത്തിറങ്ങി. ഓരോ വീടുകളിലും കൊടുത്തു, കോണ്ടാക്റ്റുകൾ നോട്ട് ചെയ്തു. അതുപോലെ തന്നെ അമ്മയുടെ കുടുംബശ്രീയില് കുറെ ചേച്ചിമാരുണ്ട്. അപ്പൊ അമ്മയും എന്തായാലും മകൻ ഇതൊക്കെ ചെയ്തതല്ലേന്ന് വെച്ചിട്ട് അമ്മയും കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ എടുത്ത് കുടുംബശ്രീയിൽ പോയി. വിലയൊന്നും ആൾക്കറിയില്ല, എന്നാലും എന്നോട് ചോദിച്ച് മനസ്സിലാക്കി അതൊക്കെ സെയിൽ ചെയ്തു. അങ്ങനെ ഈ ഉൽപ്പന്നങ്ങൾ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തപ്പോ ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങൾക്ക് ഐഡിയിൽ ഒരു 5,000 PV 5,000 PV ആയി. അപ്പൊ 5,000 PV ആയപ്പോ സജീവ് സാറ് പറഞ്ഞു ഡയമണ്ട് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് ബിജു ഡയമണ്ട് ക്ലബ്ബ് തുടർച്ചയായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനിടയ്ക്ക് തന്നെ സജീവ് സാറ് വീട്ടിൽ വരും. അന്ന് സജീവ് സാറിന് ഒരു ഒമിനി വാനായിരുന്നു. എനിക്കാണെങ്കിൽ RCM എന്താണോ ഇതിന്റെ കാര്യങ്ങളോ ഒന്നും അറിയണ്ടായിരുന്നില്ല. ബിജു സാറിന് കാര്യം പിടികിട്ടിയിട്ടുണ്ട്, ഇതിൽ വരുമാനം നേടാനൊരു വഴി ഉണ്ടെന്നുള്ളത് ആൾക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ എപ്പോഴും ഉള്ളിൽ നെഗറ്റീവ് വെച്ചിട്ടാണ് നടക്കുന്നത്. കാരണം എങ്ങനെ വിജയിക്കും, വേറൊരു വരുമാന മാർഗവും ഇല്ല, എന്ത് ചെയ്യും എന്നുള്ള ആകെ വിഷമിച്ചിട്ടാണ്. അപ്പൊ സജീവ് സാറ് ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടാകുമ്പോൾ വിളിക്കും, ഞങ്ങളോട് റെഡി ആയിക്കാൻ പറയും. എവിടെയൊക്കെ പ്രോഗ്രാം ഉണ്ടോ അവിടെയൊക്കെ ഞാനും ബിജു സാറും കൂടി ഫാമിലി ആയിട്ട് തന്നെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തു. ഓരോ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും അതിൽ നിന്നൊരു പുതിയ അറിവുകൾ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇതിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് പിടികിട്ടി. പക്ഷെ ഇത് എങ്ങനെ കിട്ടും എന്നുള്ള ആ ഒരു ഇത് എനിക്ക് അപ്പോഴും പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തു. അപ്പൊ ബിജു സാറും സജീവ് സാറും ഒക്കെ പ്രൊഡക്റ്റുകൾ പരിഹാരത്തു നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ ബിജു സാറിന്റെ
ജോയിനിങ്ങുകൾ കൂടി വന്നു. സജീവ് സാറിനും ജോയിനിങ്ങുകൾ കൂടി വന്നു. ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് വേണ്ടി വന്നു. അപ്പൊ സജീവ് സാറ് വന്നിട്ട് ലിസ്റ്റ് വാങ്ങിക്കും. നമ്മുടെ ജോയിനിങ്ങിനുള്ള പ്രൊഡക്റ്റുകൾ, അതുപോലെ എല്ലാത്തിനുള്ള പ്രൊഡക്റ്റുകളുടെ ലിസ്റ്റ് വാങ്ങിച്ച്, രാവിലെ ഒരു ലിസ്റ്റ് വാങ്ങിച്ച് പരിയാരം ഷോപ്പിൽ പോയിട്ട് വൈകിട്ട് വീടാന്തരം കയറി ഇറങ്ങി പ്രൊഡക്റ്റുകളൊക്കെ എത്തിച്ച് ഏറ്റവും അവസാനം പ്രൊഡക്റ്റ് തരുന്നത് നമ്മുടെ വീട്ടിലായിരിക്കും. രാത്രി 10 മണി 10:30 നേരത്തൊക്കെ പ്രൊഡക്റ്റ് കൊണ്ടുതരാം. അങ്ങനെ ചെയ്തപ്പോ നമ്മൾക്ക് എന്താ, ടീം വളർന്നു വന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഗ്രേറ്റ് ഗുരുനാഥൻ, നമ്മുടെ ഗിരീഷ് സാറ്, സ്വപ്നങ്ങളുടെ രാജകുമാരൻ, നമ്മളുടെ സ്വപ്നങ്ങളില്ലാത്ത ഞങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും, അതുപോലെ തന്നെ ഓരോ ചൂട് വെച്ച് വിജയിക്കാനുള്ള കരുതലുമായിട്ട് സാറ് ഓരോ വളർച്ചയിലും കൂടെ നിന്ന് ഞങ്ങളെ വിജയിപ്പിച്ച പവർഫുൾ ലീഡർ, റൈസിംഗ് കോർ ലീഡർ, സ്റ്റാർ എംറാൾഡ് ഗിരീഷ് സാറ് വീട്ടിലേക്ക് ഒരു ദിവസം വരികയും അവിടെ വീട്ടില് ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അപ്പൊ ഹോം മീറ്റിങ്ങിന് ആൾക്കാരെ വിളിക്കണം. അപ്പൊ തൊട്ടടുത്തുള്ള അധികം വീടുകൾ ഞങ്ങൾക്ക് തൊട്ട് അയൽവക്കൊന്നുമില്ല, കുറച്ച് ദൂരെയാണ് അയൽവക്കം ഉള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് കുടുംബശ്രീയിലെ കുറച്ച് ചേച്ചിമാര്, അമ്മയുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വിളിച്ചു കൂട്ടി വീട്ടിലൊരു ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അങ്ങനെ ഹോം മീറ്റിംഗ് കഴിഞ്ഞപ്പോ കുറെ ജോയിനിങ്ങുകൾ വന്നു. അപ്പൊ അതിൽ കുറെ പേര് ജോയിനിങ് ചെയ്തു, ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു, സെയിൽ ചെയ്തു. അതിൽ കുറച്ച് പേര് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാനായിട്ട് തയ്യാറായി. അപ്പൊ എന്താണ്, നമ്മൾ ആ തുടക്കത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാനും അതുപോലെ ഹോം മീറ്റിംഗ് ചെയ്യാനും ഫോക്കസ് ചെയ്തു. അതിലൂടെ ജോയിനിങ്ങുകൾ വന്നു. അങ്ങനെ ടീം ചെറുതായിട്ട് വളർന്നു വന്നപ്പോ കുറേ ഉൽപ്പന്നങ്ങൾ വേണ്ടതായിട്ട് വന്നു. അപ്പൊ ഇത് എന്നും വന്ന് സാധനങ്ങൾ എടുക്കാനും കൊണ്ടു കൊടുക്കണം. അപ്പൊ ഗിരീഷ് സാറ് പറഞ്ഞു, ഇപ്പൊ നമുക്ക് എന്തായാലും കൊമ്പിടിയിൽ ഒരു ഷോപ്പ് ഇട്ടാലോ എന്നൊരു ആലോചന വന്നു. അങ്ങനെ ആലോചിച്ചപ്പോൾ ഗിരീഷ് സാറും സജീവ് സാറും പറഞ്ഞു, ബിജു ഏതായാലും ഇനി ഗൾഫിലേക്ക് തിരിച്ചു പോകണില്ലല്ലോ, അപ്പൊ ഇവിടെ കൊമ്പിടിയിൽ നമുക്ക് കൊമ്പിടിയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു ഷോപ്പ് ഇടാം, അതിനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ബിജു സാറ് കാര്യം അവതരിപ്പിച്ചു, ഇങ്ങനെ ഷോപ്പ് ഇടാനായിട്ടുള്ള ആലോചന ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നമുക്കിപ്പോ ഓൾറെഡി ഒരു കട ഉണ്ട്, വലിയൊരു കട ഉണ്ട്. കാരണം തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലം വാങ്ങിക്കാനായിട്ട് അത്യാവശ്യം സ്ഥലമുണ്ട്. പക്ഷെ വീടിനോട് ചേർന്നൊരു സ്ഥലം കണ്ടപ്പോ അത് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ കിട്ടലുണ്ടാവില്ല. പിന്നെ കുട്ടികളൊക്കെ വലുതായി വരുമ്പോ വീടൊക്കെ വെക്കണമെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട്, അന്നാണെങ്കിൽ ഗൾഫിലെ ജോലി ഉള്ളതുകൊണ്ട് നല്ല ശമ്പളം ഉണ്ടല്ലോ. അപ്പൊ ഒരു 10 ലക്ഷം രൂപ സൊസൈറ്റി ലോൺ ഉണ്ടായിരുന്നു. അതിന് മാസം ആ ഒരു സൊസൈറ്റി ലോൺ മാസം ഒരു 25,000 രൂപ വെച്ച് അടച്ചു പോന്നിരുന്നതാണ്. 10 ലക്ഷം നിലവിൽ കടമുണ്ട്, വേറൊരു ബാങ്കിൽ ചെറിയൊരു ലോൺ ഉണ്ട്. പിന്നെ ഈ ഒരു ഷോപ്പ് ഇടണമെങ്കിൽ 5 ലക്ഷം രൂപ വീണ്ടും സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കണം. അല്ലാണ്ട് വേറെ ഒരു നിവർത്തിയും നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ ഞാൻ ആളെ പിന്തിരിപ്പിക്കുക ചെയ്തത്, ഷോപ്പ് ഒന്നും ഇടണ്ട, ഞാൻ ഇതുപോലെ തന്നെ സെയിൽ ചെയ്യാം, പ്രൊഡക്റ്റ് കൊടുക്കാം, നമുക്ക് അങ്ങനെ മുന്നോട്ട് പോവാന്ന് പറഞ്ഞു. പക്ഷെ തന്റെ ലീഡേഴ്സ് പറഞ്ഞ വാക്കുകൾ ഉൾക്കൊള്ളാനായിട്ട് ബിജു സാറ് തയ്യാറായി. കാരണം ഇതിൽ വിജയിച്ചേ അടങ്ങുക എന്നൊരു ഉറച്ച തീരുമാനം ആളെടുത്തു. ഒരു തീരുമാനം എടുത്താല് ആര് വന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയാൽ അതിന് പിന്തിരിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഷോപ്പിടാനായിട്ട് ഉറപ്പിച്ചു. സാറ് ഷോപ്പിടാൻ തീരുമാനിച്ചപ്പോ ഞാനും സാറിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായി. കാരണം നമ്മൾ ഒന്നിച്ചു നിന്നാലാണ് ഇത് വിജയിക്കുള്ളൂ എന്ന് എനിക്കും മനസ്സിലായി. അങ്ങനെ കൊമ്പടി മുസ്ലിം പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെ പുതിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അവിടെ ആദ്യത്തെ ഷോപ്പ് നമ്മുടെ ആയിരുന്നു. അതിലെ ഏറ്റവും ചെറിയ റൂമാണ് അന്ന് എടുത്തത്. ആ ഒരു ചെറിയ റൂമില് പ്രൊഡക്റ്റുകൾ ഇറക്കി. അങ്ങനെ പ്രൊഡക്റ്റുകൾ ഇറക്കിയ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ നിന്നത്, ഏറ്റവും കൂടുതൽ സപ്പോർട്ടും സഹകരണമായിട്ട് പേളശിവർ, നമ്മുടെ സുമാമയുടെ സുരാഗ് സാറ്, സജീവ് സാറ്, അതുപോലെ തന്നെ ഗിരീഷ് സാറ്, അനിരുദ്ധ സാറ്, ഷൈനി മേഡം. എനിക്കിപ്പോ ലീഡേഴ്സിന്റെ പേരുകൾ ഓരോരുത്തരെ എടുത്ത് പറയാനായിട്ട് സാധിക്കില്ല. അത്രമാത്രം ലീഡേഴ്സിന്റെ പരിപൂർണ സപ്പോർട്ടോട് കൂടി ആ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനം അവിടെ നടന്നു. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോട് കൂടി തന്നെ ഒരു 300ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡോക്ടർ രാജൻ സാറിന്റെ ക്ലാസ്സും ബോഡി സ്കാനിങ്ങും ഒക്കെ ചെയ്ത് ഉദ്ഘാടനം കഴിഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞ ആ സമയത്ത് ആദ്യത്തെ ദിവസങ്ങളിൽ അവിടെ സെയിലൊന്നും അങ്ങനെ കാര്യമായിട്ട് നടത്തിയില്ല. അപ്പൊ ആ ഷോപ്പിന്റെ ഉള്ളില് ഒരു മൂലയ്ക്ക് ചെറിയൊരു പ്ലേസില് വിസാറിന്റെ സിസ്റ്റർ സ്റ്റാർ പ്ലാറ്റിനം അച്ചീവ്മെന്റും ജനവാർസ്യം ഷോപ്പ് നടത്തുന്ന നമ്മുടെ വിനിത സത്യം മേഡം,
മാഡം സഹോദരിയാണ് അവിടെ തയ്ക്കാനായിട്ടിരുന്നു. അപ്പൊ എനിക്ക് കൂട്ട് ആളുണ്ട്. ബിഗ് സാർ എപ്പോഴും പുറത്തായിരിക്കും ടീം വർക്കും സെയിലും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ കടയിൽ ഒരു സെയിലും ഇല്ല, ഒന്നുമില്ല. എനിക്ക് കടയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ആകെ തലയ്ക്ക് പ്രാന്ത് പിടിച്ച പോലെ. ഈ ഒരു ദിവസം സജീവ് സാറ് എന്നും വരും ഷോപ്പില്. അപ്പൊ ഒരു ദിവസം വന്നപ്പോ ഞാൻ പറഞ്ഞു, സാറേ ഇവിടെ സെയിലൊന്നും വരുന്നില്ല, സെയിലൊന്നും ഇല്ല. ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് വീടാന്തരം കയറി ഇറങ്ങി ഞാൻ സെയിൽ ചെയ്യാൻ പോവാണ്, ഇവിടെ ഇരിക്കുന്നതിലും ഭേദം അതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ സാറ് എനിക്കൊരു പ്രചോദനമേകിയ വാക്കുകൾ പറഞ്ഞു തന്നു. സെയിലൊക്കെ വരും, നമ്മള് ഇവിടെ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കും, അതിലൂടെ നമുക്ക് നല്ല ജോയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ ഗിരീഷ് സാറ് പറഞ്ഞെന്ന വാക്കുകൾ മാനിച്ചുകൊണ്ട് തന്നെ 3 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഹോം മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്തു. ആ ഹോം മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്തതോടുകൂടി തന്നെ ഒരുപാട് ജനങ്ങള് RCMന്റെ നന്മ അറിയാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഈ ശിങ്കാരിമേളവും നഗരപ്രദക്ഷിണത്തോടു കൂടി ലീഡേഴ്സിന്റെ അകമ്പടിയോട് കൂടിയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പൊ ആൾക്കാരൊക്കെ വിചാരിച്ചു ഇവിടെ എന്തൊക്കെയാ നടക്കണേ, ഇതെന്താണ്, ഇത് ഏതാണ്? പലരും കണ്ടും കേട്ടും അറിഞ്ഞും വരാൻ തുടങ്ങി ഹോം മീറ്റിങ്ങുകൾക്ക് ശേഷം. അതിനുശേഷം ഹോം മീറ്റിങ്ങിന് ശേഷം കുറെ പേര് ജോയിനിങ്ങിന് തയ്യാറായി. അതോടൊപ്പം തന്നെ എന്താണ് ഇന്ന് ഡിസ്പ്ലേ വാള്, അന്ന് ഹോം ഷോപ്പ് കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ എടുത്തു വെച്ച് അവിടെ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അവിടെ കുറച്ച് പേരെ സംഘടിപ്പിച്ച് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തപ്പോ കടയിൽ പതുക്കെ പതുക്കെ സെയിൽ വരാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ നമുക്ക് ജോയിനിങ്ങൾ ഇഷ്ടം പോലെ വന്നു തുടങ്ങി. പിന്നെ അന്ന് എന്നും നമുക്ക് ഈ കടയെ വിജയിപ്പിക്കുവാൻ വേണ്ടി, ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി, ഇതിനു വേണ്ടി അഹോരാത്രം കൂടെ നിന്ന ലീഡേഴ്സ് സുരാജ് സാറ്, സുമാ മേഡം, അതുപോലെ നമ്മുടെ ഏറെ പ്രിയങ്കരനായ നമ്മുടെ സ്റ്റാർ എമറാൾഡ് സജീവ് സാറ് എനിക്ക് തന്ന വാക്കുകള് അത് എന്നും അർത്ഥവത്തായി ആ ഷോപ്പിനെ വിജയിപ്പിച്ചു എന്ന് തന്നെ പറയാം. കാരണം പിന്നീട് ഇഷ്ടം പോലെ സെയിൽ, രാവിലെ വരും, ജോയിനിങ്ങിന് കൊണ്ടുവരും, ഉച്ചയ്ക്ക് വരും, വൈകിട്ട് വരും. കട അടച്ചു പോകുന്നത് രാത്രി 11 മണി 11:30-ഒക്കെയാണ്. അപ്പൊ തമാശയായാലും കളിയാക്കിയിട്ടായാലും കടയുടെ ഓപ്പോസിറ്റുള്ള ഷോപ്പുകാർ എന്നോടും ബിജ് സാറും പറയാറുള്ളത്, ഇനിയിപ്പൊ എന്തിനാ വീട്ടിലേക്ക് പോണേ, ഉറങ്ങാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ വീട്ടിൽ പോണേ? ഇവിടെ തന്നെ ഒരു സ്റ്റൗവും ഒരു അടുക്കളയൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിയാ പോരെ, നിങ്ങൾ എന്തിനാ വീട്ടിൽ പോണേ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചിരിയ വരാറ്. കാരണം നമ്മൾ ചെയ്യുന്നത് എന്താന്ന് ഇവർക്കറിയില്ലല്ല. നമ്മള് ഇവിടെ എന്തൊക്കെ ഇവിടെ ചെയ്യുന്ന ആർക്കും അറിയില്ല. അത്രയ്ക്കും ഇതായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഓരോ വണ്ടികൾ വന്ന് നിൽക്കും, പ്രൊഡക്റ്റുകൾ ഇങ്ങനെ നിറച്ച് 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 പോകും. അപ്പൊ ഇവരൊക്കെ ചോദിക്കും, ഇതൊക്കെ എവിടേക്ക് കയറി പോണേ പ്രൊഡക്റ്റുകള്, ഈ ഉൽപ്പന്നങ്ങളൊക്കെ എങ്ങടെ കയറി പോണേന്നൊക്കെ ചോദിക്കും. അപ്പൊ അവരെയും ഞാൻ ഷോപ്പിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അന്നൊക്കെ അവർ കളിയാക്കി ചിരിക്കുക ചെയ്യാം. സ്വന്തമായിട്ട് അന്നൊരു ആക്റ്റീവോ പോലെ അന്ന് ബിജ് സാറിന് ഉണ്ടായിരുന്നില്ല. ബിജ് സാറിന്റെ ചേട്ടൻ എന്ന് പറഞ്ഞ വല്യച്ഛന്റെ മകൻ തന്ന ഒരു ആക്റ്റീവ സ്കൂട്ടറാണ്. സ്വന്തമായിട്ട് സ്കൂട്ടർ വാങ്ങിച്ചിട്ടുണ്ടായില്ല. ആള് പുതിയതായിട്ട് വന്ന ഒരു സ്കൂട്ടർ തന്നു. എന്തായാലും നീ ഇത് വെച്ച് ആരംഭിച്ചോളാൻ പറഞ്ഞു. ആ സ്കൂട്ടറുമ്മ പ്രൊഡക്റ്റുകൾ വെച്ച് കെട്ടിവെച്ച് പോകുമ്പോൾ ആളെ പോലും കാണില്ല. ലാസ്റ്റ് സ്കൂട്ടർ നീങ്ങാണ്ടാവുമ്പോ ഞാനും വിഗിത മേഡം കൂടി സ്കൂട്ടറിന്റെ ബാക്കില് പിടിച്ച് ഉന്തിയിട്ടാണ് സ്കൂട്ടർ വിടുക. അവിടെ എത്തണ വരെ ജീവൻ ഉണ്ടാവില്ല. കാരണം എത്രയോ അകലങ്ങളിലാണ് പ്രൊഡക്റ്റുകൾ കൊണ്ടു കൊടുത്തതെന്നുള്ളതിന് ഒരു ഇതും പറയാൻ എനിക്ക് പറ്റില്ല. അത് അത്രമാത്രം സ്ഥലങ്ങളിൽ ഈ പ്രൊഡക്റ്റുകൾ സാർ എത്തിച്ചിട്ടുണ്ട്. അന്ന് ഷൈനി മാഡത്തിനും അനിരുദ്ധൻ സാറിനും ഒക്കെ പ്രൊഡക്റ്റ് കൊണ്ടു കൊടുക്കാറുണ്ട്. അപ്പൊ ബിജ് സാറ് പല മീറ്റിങ്ങുകളും പറഞ്ഞിട്ടുണ്ടാവും, അവിടുന്ന് വരുമ്പോ അവിടുന്ന് ഷൈനി മാഡം തരുന്ന കട്ടൻ കാപ്പി കുടിച്ചിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് പാഞ്ഞെത്തും, 9:30 ആകുമ്പോഴേക്ക് ഇവിടെ എത്തും, എന്നെ ഷോപ്പിൽ അവിടെ കൊണ്ടാക്കും, പിന്നെ സെയിൽ ചെയ്യാനൊക്കെ പോകും. അപ്പൊ തുടക്ക കാലഘട്ടത്തിൽ ബിജ് സാർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് ഷോപ്പിൽ വിജയിപ്പിക്കാൻ വേണ്ടി ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 22 ലക്ഷം കടം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ ആ ഒരു കടത്തിൽ നിന്നൊരു മോചനം നേടാനായിട്ട് ഈ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ കുറിച്ച് ആള് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു വരുമാനം വാങ്ങിക്കാനായിട്ട് ഷോപ്പിനെ വിജയിപ്പിക്കാനും ഷോപ്പിലെ സെയില് കൂട്ടാനും കൂടുതൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തു. അതിലൂടെ തന്നെ ലീഡേഴ്സിന്റെ ഒക്കെ പരിപൂർണ സപ്പോർട്ടോടു കൂടി ഷോപ്പില് സെയില് കൂടി കൂടി വന്നു. അന്ന് ഉദ്ഘാടനം കഴിച്ചത് ഡോക്ടർ രാജൻ സാറും ഗിരീഷ് സാറും മൂർത്തി സാറാണ്. ആ ത്രിമൂർത്തികളുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ആ ഷോപ്പ് പടിപടിയായിട്ട് മുന്നോട്ട് പോയി വിജയിച്ചു മുന്നേറി എന്ന് പറയാം. സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഷോപ്പായിട്ട് മാറാനായിട്ട് കൊമ്പിടിഞ്ഞാമാക്കൽ നന്മ RCM ഷോപ്പിന് സാധിച്ചു. അന്ന് സെയിലില് തന്നെ 2ാം സ്ഥാനത്ത് എത്തുകയും മൈസൂര്
നടന്ന ആ ഒരു പ്രോഗ്രാമില് മഹാനായ നമ്മുടെ MD TCGയുടെ കയ്യിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങാനുള്ള ഒരു സൗഭാഗ്യം കൂടി ലഭിച്ചു. ജീവിതത്തില് ഇത്രയ്ക്ക് സന്തോഷിക്കാനായിട്ട് വേറെ ഒന്നും എനിക്ക് വേണ്ട. കാരണം നമുക്ക് എന്താ, നമ്മളെ ലൈഫില് അതേപോലെ നമ്മൾ സന്തോഷിച്ചിട്ടില്ല. നമുക്ക് അത്രയും ഒരു ജീവിത സാഹചര്യങ്ങൾ. പക്ഷെ RCMൽ എത്തിയതിനു ശേഷം അങ്ങനെ ഒരു സാഹചര്യം, ഒരു സന്തോഷം കിട്ടി. അങ്ങനെ ആ സെയില് കൂടി കൂടി വരികയും നമ്മളുടെ വരുമാനം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ എന്താ, നമ്മളുടെ ആ കടങ്ങളൊക്കെ പതുക്കെ 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 കുറഞ്ഞു വരുവാനായിട്ട് തുടങ്ങി. അപ്പൊ നമ്മളൊരു ഷോപ്പ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അന്ന് കാലഘട്ടത്തൊക്കെ എന്താണ്, പ്രൊഡക്റ്റുകൾ ഇത്രമാത്രം പ്രൊഡക്റ്റ് ഇല്ല. ഇന്ന് 5000-ൽ പരം പ്രൊഡക്റ്റുകൾ RCMലുണ്ട്. അതുപോലെ തന്നെ 400-ൽ പരം പ്രൊഡക്റ്റുകൾ ഡെയിലി യൂസിനായിട്ട് നമുക്ക് ഉണ്ട്. ഡെയിലി യൂസബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ, ഒരു ഷോപ്പില് നമ്മള് ആ ഒരു ഷോപ്പില് കൃത്യമായിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ആ ഷോപ്പ് നമ്മൾ കൊണ്ടുപോകണം. അതുപോലെ പ്രൊഡക്റ്റുകൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് ഒരു കസ്റ്റമർ ഷോപ്പിലേക്ക് കടന്നു വരുമ്പോൾ ആ കസ്റ്റമറെ ആകർഷിക്കത്തക്ക രീതിയിലായിരിക്കണം അവിടുത്തെ അറേഞ്ച്മെന്റ്. നമ്മൾ എവിടെ വന്ന് കാണുമ്പോഴും നമുക്ക് ആ ഒരു നീറ്റ്നെസ് കണ്ടാല് പലരും ഷോപ്പിൽ കയറി ഇറങ്ങാനായിട്ട് സാധിക്കും. നമ്മുടെ ഷോപ്പിൽ മാളേന്നും അതുപോലെ വളരെ ദൂരെ നിന്ന് പോലും പലരും ഷോപ്പിൽ വന്ന് പ്രൊഡക്റ്റ് മേടിക്കാറുണ്ട്. അതിനിടയ്ക്ക് പല പല ഷോപ്പുകളുണ്ട്. അതൊക്കെ കവർ ചെയ്ത് അവരിവിടെ വന്ന് വാങ്ങിക്കുമ്പോൾ പറയാറുള്ള വാക്കുകൾ, മാസത്തിൽ 2 തവണയെങ്കിലും ഇവിടെ വന്നില്ലെങ്കിൽ ഒരു സന്തോഷമില്ല, അല്ലെങ്കിൽ ഒരു ഇതില്ല. ഇവിടെ വന്ന് പോകുമ്പോൾ ഒരു പ്രത്യേക തൃപ്തിയാണെന്നാണ് പറയാ. അപ്പോ മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷം എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രമാത്രം നമ്മൾ എത്രത്തോളം കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നോ അത്രത്തോളം നമ്മൾ വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൃത്യമായിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, ബില്ലിങ് കറക്റ്റ് ആയിട്ട് ഓൺ ദ സ്പോട്ടിങ്ങിൽ തന്നെ ബില്ല് ചെയ്ത് കൊടുക്കുക. കസ്റ്റമർ പുറത്തേക്ക് കിടക്കുമ്പോഴേക്കും അവരുടെ വാട്സപ്പിൽ ആ ബില്ലെത്തുമ്പോ പിന്നെ എന്താ, അവർക്കൊരു വിശ്വാസം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ഷോപ്പിലൂടെ നമുക്ക് നല്ല വരുമാനം നേടാനായിട്ട് ഒരു അവസരം നമുക്ക് ഇതിലുണ്ട്. നമുക്ക് എന്താണ്, ഡെപ്പോയിൽ നിന്ന് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ, അവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഉൽപ്പന്നങ്ങൾ ഡിസ്കൗണ്ടോട് കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ആട്ടയ്ക്കും ഓയിലിനൊക്കെ 7%, FMCG പ്രൊഡക്റ്റുകൾക്ക് 8%, അതുപോലെ ടൂൾസിന് നമുക്ക് 10% ഡിസ്കൗണ്ടോട് കൂടിയാണ് ലഭിക്കുന്നത്. അധികം ടൂൾസുകൾ ഇല്ല എങ്കിലും ആ ഒരു റേറ്റിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ എന്താ, നമുക്ക് ഷോപ്പില് കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സെയില് ഇതിലൂടെ നേടാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ സെയില് വരാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഷോപ്പിൽ മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുക. ഇവിടെ നമ്മുടെ ഷോപ്പിൽ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസം ട്രെയിനിങ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഈ ക്ലാസ്സുകൾ നടത്തുമ്പോൾ നമ്മുടെ ഷോപ്പിൽ പലരും കയറി ഇറങ്ങാനും കാര്യങ്ങൾ പരിചയപ്പെടാനും അതിലൂടെ ജോയിനിങ്ങുകൾ വരാനും നല്ല അറിവുകൾ പങ്കുവയ്ക്കാനും നമ്മളുടെ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് അറിവുകൾ കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഷോപ്പിലെ മീറ്റിങ്ങുകൾ ഏറ്റവും അഭികാമ്യമാണ്. സെയിലിന്റെ ഒരു നല്ലൊരു പ്രൊമോഷനും കൂടിയാണ് ഈ മീറ്റിങ്ങുകൾ. അതുപോലെ നമ്മളുടെ അറിവുകൾ വർദ്ധിക്കാനായിട്ടും ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് ഷോപ്പിനെ കാണാം. ഈ ഉൽപ്പന്നങ്ങൾ ഇത്രയും ഡിസ്കൗണ്ടോട് കൂടി കിട്ടുമ്പോൾ സ്പോട്ടിൽ തന്നെ നമുക്ക് അതിന്റെ ഒരു ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു വരുമാനമാണത്. അതോടൊപ്പം തന്നെ നമുക്ക് എന്താ, സെയിൽസ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് 2 തവണയാണ് നമുക്ക് ഷോപ്പിൽ ഇൻസെന്റീവ് കിട്ടുക. April to September, October to March. 6 മാസം, ഒരു വർഷത്തില് 2 തവണ 6 മാസം കൂടുമ്പോ നമുക്ക് ഇൻസെന്റീവ് കിട്ടുന്നുണ്ട്. ഇൻസെന്റീവ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തെ സെയില് 12 ലക്ഷത്തിലോ കൂടുതൽ വരുമ്പോ 1% ഇൻസെന്റീവും, അതുപോലെ 25 ലക്ഷോ സെയില് 6 മാസം കൂടുമ്പോ വരുമ്പോ നമുക്ക് 1.5% ഇൻസെന്റീവ് ലഭിക്കാനുള്ള ഒരു സാഹചര്യം RCM ഷോപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഷോപ്പ് തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഒരു ഇൻസെന്റീവ് ഞാൻ വാങ്ങുന്നുണ്ട്, നമ്മുടെ ഷോപ്പിലൂടെ തന്നെ വാങ്ങുന്നുണ്ട്. ഈ ഷോപ്പ് ഇട്ട് 6 മാസം, ഒരു 4 മാസം കൊണ്ട് തന്നെ അവിടെ 5 ലക്ഷത്തിന്റെ ടേൺ ഓവർ കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു. ഇന്ന് ഷോപ്പില് 10 ലക്ഷത്തിലും മേലെ സെയിലാണ് ഇന്ന് നടക്കുന്നത്. അപ്പൊ ആ ഒരു സെയിലിലൂടെ വരുമാനം എങ്ങനെ വാങ്ങാന്ന് നമുക്ക് നോക്കാം. നമ്മള് ഈ സെയില് നമുക്ക് ഇപ്പൊ പ്രതിമാസം ഒരു 10 ലക്ഷം സെയില് നടക്കുന്ന
ഒരു ഷോപ്പ് ആവുമ്പോൾ അതിന് ആനുവൽ സെയിൽ നോക്കുമ്പോ 1,20,00,000 വരും. അതിലെ വരുമാനം നോക്കുമ്പോ 9% നമുക്ക്. 9%. ഈ 1,20,00,000 നമുക്ക് 9% കണക്കാക്കുമ്പോ 10,80,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെ നമ്മള് പ്രതിമാസം കണക്ക് കൂട്ടുമ്പോ ഒരു 90,000 രൂപ നമുക്ക് കിട്ടും. ഒരു ഷോപ്പ് നടത്തിക്കൊണ്ട് കിട്ടുന്ന വരുമാനമാണ് ഈ പറയുന്നത് 90,000. ഈ 90,000 രൂപയിൽ നമുക്ക് സ്റ്റാഫിന്റെ സാലറി, അതുപോലെ ലോഡിംഗ് ചാർജ്, GST, കറണ്ട് ബില്ല്, ഇതുപോലെയുള്ള ചെലവുകൾക്ക് വേണ്ടി ഒരു 40,000 രൂപ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ പോലും 50,000 രൂപ നമുക്ക് ഇതില് വരുമാനമായിട്ട് നമുക്ക് കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഷോപ്പിലെ സ്റ്റാഫില്ല, ഞാൻ തന്നെയാണ് ഷോപ്പിലെ സ്റ്റാഫ്. അതുകൊണ്ട് ആ സ്റ്റാഫിന്റെ സാലറി എനിക്ക് പോകുന്നില്ല, അതും എനിക്ക് ഇൻകമാണ്. അതുപോലെ ആ ഷോപ്പില് നമുക്ക് MRP സെയില് പോകുമ്പോ എന്താണ്, ഇപ്പൊ നമ്മുടെ ഷോപ്പിനെ സംബന്ധിച്ച് മാസ വാടക ഒരു 7,000 രൂപയാണ്. ആ വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ പൈസ ഞാൻ വേറെ അങ്ങനെ എനിക്ക് എടുക്കേണ്ടതായിട്ട് വരാറില്ല. കാരണം ഞാനിപ്പോ ഇരിക്കുന്നത് വീട്ടിലാണ്, ഷോപ്പിലല്ല. വീട്ടിലാണെങ്കിൽ ഞാൻ ആ ഒരു കുടുക്ക നിങ്ങളെ കാണിച്ചു തന്നെ. കാരണം എന്താണ്, ഒരു കുടുക്ക വെച്ചിട്ടുണ്ട്. MRP പോകുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന ഓരോ രൂപയും 10ഉം 20ഉം 30ഉം രൂപ ഞാൻ ആ കുടുക്കയിൽ ഇട്ട് വെക്കും. അത് ഇട്ട് വെച്ച് വാടക കൊടുക്കേണ്ട സമയമാകുമ്പോഴേക്കും അതിൽ പൈസ ആയിട്ടുണ്ടാവും. ഒരു വരുമാനം തന്നെയാണ് പൈസ. നമുക്ക് എന്താ, അതും അതിലൂടെ നല്ലൊരു വരുമാനം നമുക്ക് ഷോപ്പിലൂടെ നമുക്ക് നേടാം. അപ്പൊ ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയ്ക്ക് ഇതുപോലെ തന്നെ ഷോപ്പ്, ഒരു RCMന്റെ ഒരു ഔട്ട്ലെറ്റ് നടത്തിക്കൊണ്ട് ഇത്രയും, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 50,000 അല്ല അതിലും മേലെ വരുമാനം ഈ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ട് എനിക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം ഷോപ്പിലെ സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വരുമാനം വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഇങ്ങനെ ഈ ഒരു ഇതിലൂടെ RCM എന്ന ഈ ഒരു മഹത്തായ നന്മയില് വന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞാല് എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായതെന്ന് തന്നെ പറയാം. ഇല്ലെങ്കിൽ എന്തായിരുന്നാനെ അവസ്ഥ. ഇന്നും ഗൾഫിൽ ജോലി ചെയ്യും ബിജു. ഞാൻ നാട്ടിലൂടെ കഴിയും. ഞാൻ ഈ പറയുന്നതിന്റെ ഇടയിൽ ഫാമിലിയെ പരിചയപ്പെടുത്തിയില്ല. വീട്ടിലെ അമ്മയും, എനിക്ക് 2 മക്കളാണ്. ഞങ്ങൾക്ക് 2 ആൺകുട്ടികളാണ്. മൂത്ത മകൻ +1 പഠിക്കണേ, രണ്ടാമത്തെ മകൻ 10th പഠിക്കുന്നു. സത്യം പറഞ്ഞാൽ 2 ആൺകുട്ടികളായാലും എനിക്ക് പേടിയുണ്ട്. കാരണം നമ്മൾ പറഞ്ഞാലൊന്നും ഇന്നത്തെ പിള്ളേര് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും കേൾക്കാനും തയ്യാറാവില്ല. പക്ഷെ അച്ഛന്മാര് നാട്ടിലുണ്ടെങ്കിൽ അമ്മമാർക്ക് പകുതി ടെൻഷൻ ഒഴിവാകും. അച്ഛന്മാര് പറയുമ്പോ അവർക്ക് ഭയങ്കര ഒരു ബഹുമാനം, നമ്മളെ ബഹുമാനം ഇല്ലാണ്ടല്ല, പക്ഷെ അമ്മ എന്ന് പറയുമ്പോ അവർക്ക് എന്താ, അമ്മയാവുമ്പോ പിന്നെ കുഴപ്പമില്ല, അച്ഛനാവുമ്പോഴാണ് അവർക്ക് ഒരു സ്ട്രിക്ട്നെസ് ഫീൽ ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ബിജു നാട്ടിൽ നിന്നതുകൊണ്ട് എനിക്കൊരു സൗഭാഗ്യം തന്നെയാണ്. കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോപ്പിന്റെ കാര്യങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും ഞങ്ങൾ ഈ RCM ഷോപ്പ് ഇട്ടപ്പോ ഒരു മൂത്ത മകൻ 4ാം ക്ലാസ്സിലും, മൂത്ത മകൻ 5ാം ക്ലാസ്സിലും ഇളയ മകൻ 4ാം ക്ലാസ്സിലും പഠിക്കുന്ന ആ ഒരു പ്രായമായിരുന്നു. പക്ഷെ ഇന്ന് അവര് +1ഉം 10ാം ക്ലാസ്സും ആയി. അന്ന് മുതൽ ഞങ്ങള് അവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോയത് കൊണ്ട് തന്നെ ഇന്ന് അവര് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു. ഒരു ഷോപ്പിൽ ഇല്ലാതായാൽ പോലും ഷോപ്പിലെ ബില്ലുകൾ അടിക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ അവർ പ്രാപ്തരായി. അതും ഒരു സൗഭാഗ്യം തന്നെയാണ്. കാരണം ഇന്നത്തെ തലമുറ എന്താണ്, ഓരോ ഇതിന്റെയും പിന്നാലെ പോകുമ്പോൾ നമ്മൾ കുഞ്ഞിലെ തന്നെ ഈ ഒരു വരുമാന മാർഗവും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ച് മനസ്സിലാക്കി അവരെ കൂടെ നിർത്തുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത്രത്തോളം വരുമാനം നമുക്ക് RCMന്റെ ഒരു ഷോപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് നേടാനായിട്ട് സാധിക്കും. എന്നെ പോലെ സാധാരണക്കാരിയായ ഒരു വനിതയ്ക്ക് ഇതിന് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഇതിന് കഴിഞ്ഞുകൂടാ? എല്ലാവർക്കും സാധിക്കും. ഇന്ന് കൊമ്പടിഞ്ഞാമാക്കൽ ടീമിന്റെ ആദ്യത്തെ ഷോപ്പാണ് നന്മ RCM ഷോപ്പ്. ഈ ഒരു ഷോപ്പ് വന്നതിന് ശേഷം ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒട്ടനവധി ഷോപ്പുകൾ വന്നു. ഒരു 45-ലധികം, എനിക്ക് പറയാൻ പറ്റില്ല, എണ്ണം തന്നെ എനിക്ക് പറയാൻ പറ്റില്ല, കൃത്യമായ കണക്ക് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അത്രമാത്രം ഷോപ്പുകൾ ഇതിന് തൊട്ട് താഴെ വന്നിട്ട് പോലും ഇന്നും
ഇവിടുത്തെ സെയില് കൃത്യമായി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ വിചാരിക്കും എന്ത്, ഒരു ഷോപ്പ് ഇട്ടു, അതിന്റെ തൊട്ടടുത്ത് ഇപ്പൊ 3 കിലോമീറ്റർ ചുറ്റളവായാലും ചിലപ്പോ അടുത്ത് തന്നെ ഒരു ഷോപ്പ് വരാം. അപ്പൊ നമ്മ വിചാരിക്കുന്നത് ആ അവിടെ ഷോപ്പ് വന്നു, ഇവിടുത്തെ സെയില് കുറയോ എന്ന് നമുക്ക് ടെൻഷൻ തോന്നും. പക്ഷേ കൊമ്പിടിയില് ആദ്യത്തെ ഷോപ്പ് വന്നു, അതിനുശേഷം അഷ്ടമിച്ചിറ വന്നു, കല്ലേറ്റിങ്കര വന്നു, അതിനുശേഷം ഒരുപാട് ഷോപ്പുകൾ വന്നു, തുമ്പൂര് വന്നു. ഇത്രയും ഷോപ്പുകളൊക്കെ വന്നപ്പോഴും ഇവിടുത്തെ സെയില് കൂടുക മാത്രമാണ് ഉണ്ടായത്. അത് മാത്രമല്ല, കൊമ്പിടി ഷോപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം, ആ ഷോപ്പിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു RCM ഷോപ്പ് ഉണ്ട്. തൊട്ടപ്പുറത്ത് അയൽവക്കക്കാരെന്ന പോലെയാണ്. ഇപ്പുറത്തെ ഒരു RCM ഷോപ്പ്, തൊട്ടപ്പുറത്ത് ഒരു RCM ഷോപ്പ്. ആ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നിട്ട് പോലും ഇന്ന് അവിടെ നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഷോപ്പിലും നല്ല അടിപൊളിയായിട്ട് സെയിൽ നടക്കുന്നുണ്ട്. അപ്പോ RCMന്റെ ഷോപ്പുകൾ വരുമ്പോ എന്താണ്, ടീം വർക്കും കൂടും, സെയിലും കൂടും. ഷോപ്പ് വന്നു എന്ന് വിചാരിച്ച് തൊട്ടടുത്ത് വന്നു എന്ന് വെച്ച് ഒരിക്കലും സെയില് കുറയുന്നില്ല. സെയില് കൂടുകയും ടീം വർക്ക് കൂടുകയും ഉൽപ്പന്നങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കപ്പെടുകയും അതിലൂടെ PV ജനറേറ്റ് ചെയ്യുകയും നമ്മുടെ വരുമാനം കൂടുകയും ചെയ്യും. ഷോപ്പുകൾ എപ്പോഴും നമുക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. RCMന്റെ ഷോപ്പ് എന്ന് പറയുന്നത് ഒരു അടിത്തറയാണ്, ടീം വർക്കിന്റെ ഒരു ബേസ് ആണ്. ബിഗ് സാറ് 4.5 വർഷം കൊണ്ട് ആണ് എമറാൾഡ് എന്നൊരു പൊസിഷനിൽ എത്താനായിട്ട് സാധിച്ചത്. ഈ 4.5 വർഷം കൊണ്ട് എമറാൾഡ് എന്ന പൊസിഷനിൽ എത്തിയെങ്കിൽ അതിന് ഷോപ്പിൽ നിന്നുള്ള ഒരു പിന്തുണ, ഒരു സപ്പോർട്ട്, നമുക്ക് വേറെ പരിചയപ്പെടുത്താനായിട്ട് എല്ലാവരും പരിചയപ്പെടുത്തും. നമ്മള് ഷോപ്പുകളുണ്ടായി പരിചയപ്പെടുത്തും. ഇന്നും നമ്മുടെ ഗ്രേറ്റ് ഗുരുനാഥൻ ഗിരി സാറ് ഏതെങ്കിലും ഒരു പുതിയ വ്യക്തിത്വം ഷോപ്പ് ഇടാനായിട്ട് തയ്യാറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നും കൊമ്പിടിയിൽ വരാറുണ്ട്. ഓരോ വ്യക്തികളെ സാറ് കൊണ്ടുവരും, കൊമ്പിടി ഷോപ്പ് പരിചയപ്പെടുത്താറുണ്ട്. നമ്മുടെ ഷോപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഷോപ്പുകളും പരിചയപ്പെടുത്തി ഇന്നും നമ്മൾക്ക് എന്താണ് മാർഗനിർദ്ദേശമായിട്ട് ഇന്നും നമ്മുടെ ലീഡേഴ്സും നമുക്ക് കൂടെ ഉണ്ട്, പരിചയപ്പെടുത്തും. ഇതാണ് ഷോപ്പ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഓരോ ഷോപ്പുകളും കൊണ്ടുപോയി സാറ് പരിചയപ്പെടുത്താറുണ്ട്. അപ്പൊ എന്താണ്, ഈ ഷോപ്പുകൾ എന്ന് പറയുന്നത് ബിസിനസിന്റെ ഒരു ബേസ് തന്നെയാണ്. ഉൽപ്പന്നങ്ങള് കൂടുതൽ എത്രത്തോളം നമ്മൾ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നോ അത്രത്തോളം നമ്മളുടെ വരുമാനം ഉയർന്നു വരും. അപ്പോ 4.5 വർഷം കൊണ്ട് എമറാൾഡ് ആയത്, എങ്ങനെയാണ് ഈ 4.5 വർഷം കൊണ്ട് എമറാൾഡ് ആയത് എന്നുള്ള കാര്യം ഇന്ന് ആരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവില്ല. സാർ എങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഒരു എമറാൾഡ് അച്ചീവ്മെന്റിൽ എത്തിയ, സാറിന് എങ്ങനെ എത്താൻ സാധിച്ചു എന്ന് അങ്ങനെ ആരും ചോദിക്കാറില്ല. കാരണം ഇപ്പൊ കാണുമ്പോ എമറാൾഡ് അച്ചീവർ ആണ്, നല്ലൊരു സാമ്പത്തിക ചുറ്റുപാടാണ്. അന്ന് കാലത്ത് ഒരു സ്വന്തമായ ഒരു ആക്റ്റീവ പോലും ഉണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്നെന്താണ്, ഇന്നത്തെ ലെവലുകളൊക്കെ ഒരുപാട് മാറി. ഇന്ന് സ്വന്തമായിട്ട് ഇന്ന് ഒരു വണ്ടി വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു തുടക്കത്തില് വലിയച്ഛന്റെ മകന് ഒരു സ്കൂട്ടർ തന്നതിൽ നിന്നാണ് ഈ പ്രയാണം ആരംഭിച്ചത് എന്ന് പറഞ്ഞു. ഈ പ്രയാണം ആരംഭിച്ചു, പക്ഷെ ആ ലോഡ് കൊണ്ടുപോയി ആ വണ്ടിയുടെ ഒരു വിധം പരുവായിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ RCM പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയി വിജയിച്ചു വന്നപ്പോൾ ആ വലിയച്ഛന്റെ മകൾക്ക് 18 വയസ്സ് തികഞ്ഞ് ലൈസൻസ് എടുത്ത അന്ന് തന്നെ ഒരു പുതിയ സ്കൂട്ടർ ബിഗ് സാർ വാങ്ങിച്ചു കൊടുക്കുക ചെയ്തേ. അതിനുള്ള ചങ്കൂറ്റുണ്ടായി. അതിന് കിട്ടിയ വരുമാനം എവിടെ നിന്നാണ്? RCM എന്ന ഒരു മഹത്തായ നന്മയിൽ നിന്ന് തന്നെയാണ്. അതിനുശേഷം ബിഗ് സാറ് ന്യൂ മോഡൽ ഒരു വാഗണർ വാങ്ങിച്ചു, പുതിയൊരു വാഗണർ. ആൾക്ക് കാർ ഓടിക്കാൻ അറിയില്ലായിരുന്നു. സ്വന്തമായിട്ട് വണ്ടി വാങ്ങിച്ച് ആ വണ്ടിയിൽ ഓടിച്ചാണ് പഠിച്ചത്. അതിനുശേഷം 1 വർഷം തികയുമ്പോഴേക്കും ആ വണ്ടി മാറി ഒരു ക്രെറ്റ വാങ്ങിച്ചു, ന്യൂ മോഡൽ ക്രെറ്റ. അതും കുറച്ചു നാൾ ഉപയോഗിച്ചോളൂ. പിന്നീട് എന്താണ്, ആ ഒരു വരുമാനത്തിന്റെ ലെവല് കൂടിയപ്പോ ആഗ്രഹം വീണ്ടും വർദ്ധിച്ചു. അതിനുശേഷം 1 വർഷം തികയുമ്പോഴേക്കും നല്ലൊരു വണ്ടി 25 ലക്ഷം രൂപ വില വരുന്ന ഒരു ടാറ്റ ഹൈരിയർ വാങ്ങിക്കാനായിട്ട് സാധിച്ചു. ഞാനപ്പോ ഈ വണ്ടി വാങ്ങിച്ച് ഉമ്മർത്തൊക്കെ കൊണ്ടിട്ടപ്പോ ഞാൻ ചിന്തിച്ചത്, ഇത് ശരിക്കും യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്നൊക്കെയാണ് ചിന്തിച്ചത്. കാരണം ഒരു സാധാരണ ഒരു വണ്ടി, അതായത് ഒരു മാരുതിയിൽ പോലും ഞാൻ കേറിയിട്ടില്ല, ഞാൻ സഞ്ചരിച്ചിട്ടില്ല, 2 വീലറിലല്ലാതെ ഞാൻ യാത്ര ചെയ്തിട്ടില്ല.
ഇത് സ്വന്തമായിട്ടൊരു വണ്ടിയാണ് വീട്ടിൽ വന്ന് കിടക്കുന്നത്. അന്നത്തെ ദിവസം ശരിക്കും ഉറങ്ങാൻ, ആദ്യം വാഗണർ വന്നപ്പോ അന്ന് ശരിക്കും സന്തോഷം കൊണ്ട് ഉറങ്ങിയിട്ടില്ല. അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു എനിക്ക്. ഏഹ് ആ ഒരു ഹാരിയർ വാങ്ങിച്ചു കൊണ്ടുവന്നു. അതും എന്റെ പേരിലാണ് ബിഗ് സാറ് വാങ്ങിച്ചു കൊണ്ടുവന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം സന്തോഷം മറ്റൊന്നില്ല. അതുപോലെ തന്നെ ഒരു ഷോപ്പ് ആരംഭിച്ചു. എന്റെ പേരിൽ തന്നെയാണ്, കലാപിച്ചു എന്ന പേരിൽ ഒരു ഷോപ്പ് ആരംഭിച്ചു, സ്റ്റാർട്ട് ചെയ്തു. എല്ലാ കാര്യത്തിനും എന്നെ വിളിക്കും. എന്ത് ബാങ്കിലെ കാര്യങ്ങൾക്കായാലും എന്തൊരു കാര്യത്തിനായാലും എന്റെ സൈൻ വേണം. എന്റെ സൈനിന് ഒരു വിലയുണ്ടാക്കി തന്ന ഒരേ ഒരു പ്രസ്ഥാനം RCM എന്ന മഹത്തായ നന്മയാണ്. ഞാൻ ആകെ സൈൻ ഇട്ടത് നമുക്ക് എന്താ SLC, അതുപോലെ എക്സാമുകള്, ഓരോ എക്സാമുകളൊക്കെ എഴുതുമ്പോ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് സൈൻ ഇടേണ്ടി വരും. അല്ലാതെ ഒരു ബാങ്കിൽ പോവാനോ മറ്റ് അക്കൗണ്ടിൽ ക്യാഷ് ഇടാനോ ഇതിനൊന്നും എനിക്ക് സൈൻ ഇടേണ്ടതായിട്ട് വന്നിട്ടില്ല. പക്ഷെ ഈ RCM എന്ന ഈ മഹത്തായ നന്മയിൽ കടന്നു വന്നതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ തീരില്ല. കാരണം അത്രത്തോളം ഹാപ്പിനെസ്, സന്തോഷം, നമ്മളുടെ നമുക്കൊരു നിലയുണ്ടാവുക, സമൂഹത്തിൽ ഒരു നില, വില, ഇതൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു. ഇന്ന് നമ്മളൊരു നല്ലൊരു വ്യക്തിയായിട്ട് ജീവിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാന്നിരിക്കട്ടെ. എന്റെ ജീവിതം രാവിലെ പോവും, വൈകിട്ട് തിരിച്ച് വീട്ടിൽ വരും. വീട്ടില് കുടുംബകാര്യങ്ങള്, കുട്ടികളായിട്ട് ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവാന്നല്ലാതെ ഒരു ഹാപ്പിനെസ് ജീവിതത്തിൽ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ പെൻഷൻ പറ്റി വീട്ടിലിരിക്കും. പക്ഷെ ഈ RCM എന്ന മഹത്തായ നന്മയിൽ കടന്നു വന്നതിന് ശേഷം ആദ്യം തന്നെ ആരോഗ്യം കിട്ടി. അതിനുശേഷം നമ്മൾ എന്താണ് ആഗ്രഹിക്കുക, എല്ലാവരും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് വരുമാനം നേടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങളും കടന്നു വന്നത്. അപ്പൊ എന്താ, ആദ്യം ആരോഗ്യം കിട്ടി, പിന്നീട് പതുക്കെ 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 വരുമാനം വന്നു. ആദ്യം വന്ന വരുമാനം 250 രൂപയാണ്. അന്ന് ഞാൻ ബിജ് മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യമാണ്, എന്ത്, ഈ 250 രൂപ വരുമാനം വാങ്ങിക്കാനാണോ RCM ചെയ്യുന്നത്? സജീവ് സാറ് മീറ്റിങ്ങിന് കൊണ്ടുപോകാൻ വരുമ്പോ ഞാൻ ചോദിക്കും, ഫീസ് കൊടുക്കണ്ടേ? 100 രൂപ, അന്ന് 100 രൂപയാ, 100 രൂപ ഫീസ് കൊടുക്കണ്ടേ? ഇന്ന് പണിക്ക് പോയാൽ 800 രൂപ കൂലി കിട്ടും, പണിക്ക് പോകൂടെ ചേട്ടന്? എന്തിനാ വെറുതെ മീറ്റിംഗ്? അന്ന് ബോധമില്ല, നമുക്ക് ഇതിനെ കുറിച്ച് അറിയൂല. പക്ഷെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് അറിവ് നേടാൻ സാധിച്ചത്. അന്ന് വെറും 800 രൂപയ്ക്ക് കൂലിക്ക് ജോലി ചെയ്തിരുന്ന വ്യക്തി ഇന്ന് വാങ്ങുന്ന വരുമാനം എത്രയാന്ന് നിങ്ങൾക്ക് അറിയണോ? ആ ഒരു വരുമാനം, എമറാൾഡിന്റെ വരുമാനം എത്രയാണെന്ന് നമുക്കറിയാം. 1,00,000 രൂപ നമുക്ക് കിട്ടും. കഴിഞ്ഞ മാസം ബിഗ് സാറിന് ക്രെഡിറ്റ് ആയ വരുമാനം 1,07,539 രൂപയാണ്. അതിനെ 30 കൊണ്ട് ഹരിക്കുമ്പോ കിട്ടുന്ന വരുമാനം 3,584 രൂപ 66 പൈസ. 7 വർഷം മുന്നേ 800 രൂപയ്ക്ക് കൂലിക്ക് ജോലി ചെയ്ത ഒരു വ്യക്തി ഇന്ന് വാങ്ങുന്ന വരുമാനം എത്രയാണ്? ഇത്രയും വരുമാനം വാങ്ങിക്കുന്നുണ്ട്. 1,00,000-ലും മേലെ വരുമാനം ബിജു സാറ് വാങ്ങുന്നുണ്ട്. ഞാൻ ഷോപ്പ് നടത്തിക്കൊണ്ട് ഒരു 50,000-ൽ കൂടുതൽ വരുമാനം ഞാൻ വാങ്ങിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചും സ്കൂളില് ജോലിക്ക് പോയോ അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ഒതുങ്ങിക്കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഈ ഒരു സൗഭാഗ്യം കിട്ടുമായിരുന്നോ എന്ന് ഞാൻ പല ആവർത്തി ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ അന്ന് RCM മനസ്സിലാക്കാതെ വിട്ടുനിന്നിരുന്നെങ്കിൽ ഇന്ന് എന്റെ ജീവിതം എന്താകുമായിരുന്നു? അതുകൊണ്ട് നമ്മള് ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, നമ്മള് പുതിയ വ്യക്തികൾ ഉണ്ടാവാം, RCM ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, രക്ഷപ്പെടുവാനായിട്ട്, ജീവിതത്തിൽ രക്ഷപ്പെട്ട് മുന്നേറുവാനായിട്ട് ചെറിയ മാർഗമല്ല, വലിയൊരു മാർഗമാണ് RCM എന്ന ഈ മഹത്തായ നന്മ. RCM ബിസിനസ് എന്ന് പറയരുതെന്നാണ് നമ്മുടെ MD പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു നന്മ ജനങ്ങളിലേക്ക് എത്തിക്കൂ. അതിലൂടെ ഈ നന്മ എത്തിച്ച് പകർന്നു കൊടുത്താൽ മാത്രം മതി. നമുക്ക് വരുമാനം ഓടി ഓടി വരും. നമ്മുടെ ലീഡേഴ്സ് പറയാറ്, പൈസ മലവെള്ളം പോലെ വരും എന്നാണ് പറയാ. മലവെള്ളം പോലെ, ആ മലവെള്ളം പോലെ പൈസ വരും. അത് ഇന്ന് ഞങ്ങളുടെ ജീവിതം എന്താണ്, ഇന്നത്തെ ഈ ഒരു ജീവിത സാഹചര്യത്തില് ഇന്ന് വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞു, കംപ്ലീറ്റ് പണിയും പൂർത്തിയായി. അതുപോലെ തന്നെ വീട്ടില് എല്ലാ സൗകര്യങ്ങളായി. അതുപോലെ യാത്ര ചെയ്യാനായിട്ട് ഒരു ആക്റ്റീവ് വാങ്ങിച്ചു, ഒരു ബുള്ളറ്റ് വാങ്ങിച്ചു, ഇപ്പൊ ഒരു 25 ലക്ഷത്തിന്റെ കാറ് വാങ്ങിച്ചു. ഇപ്പൊ ഡെപ്പോന്ന് അത്യാവശ്യം ലോഡ് കൊണ്ടുവരുവാനായിട്ട് ചെറിയൊരു വണ്ടി വാങ്ങിച്ചു. ഇതൊക്കെ RCM നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറൊരു വരുമാനം ഞങ്ങൾക്കില്ല.
അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഏറ്റവും വലിയ സങ്കടം ഉണ്ടായത് എന്റെ മകന് മാത്രം കാറില്ല, എന്റെ മകന് കാറില്ല, വണ്ടിയില്ല എന്നാണ്. പക്ഷെ ഇന്ന് ആ ഒരു സന്തോഷം സാഫല്യമാക്കുവാനായിട്ട് സാധിച്ചു. നമ്മൾ ഇതിൽ അടിയുറച്ചു നിൽക്കുക. പെട്ടെന്ന് 4.5 വർഷം കൊണ്ട് സ്റ്റാർ എംബ്രാൾഡ് ആവാനായിട്ട് ചെയ്ത കാര്യം ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. കാരണം എന്താ, തുടക്കത്തിൽ തന്നെ ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്തു, അതിനുശേഷം ഡയമണ്ട് ക്ലബ്ബ് ചെയ്തു, അതിനുശേഷം വളരെ ഞെരുക്കത്തിലാണ് കഴിഞ്ഞു പോയത്. അപ്പൊ വിസാർ ചെന്നിട്ട് സജീവ് സാറിനോട് പറഞ്ഞു, കാര്യങ്ങളൊന്നും അങ്ങോട്ട് വിചാരിച്ച പോലെ മുന്നോട്ട് പോകുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ രണ്ടുപേരും കൂടി ഗിരീഷ് സാറിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഗിരീഷ് സാറ് പറഞ്ഞെന്ന വാക്കുകള്, ബിജു സെയില് കൂട്ട്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഉൽപ്പന്നങ്ങൾ കുറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പൊ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബിജു സാറ് 6 മാസം 50,000 ചെയ്തു. അതുപോലെ തന്നെ 24 മാസം സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തു. ഇന്ന് നമുക്ക് ഡയമണ്ട് ക്ലബ്ബ് ചെയ്താലും ഉൽപ്പന്നങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിച്ചാലും നമുക്ക് ഇങ്ങോട്ട് കമ്പനി ഫ്രീ പ്രൊഡക്റ്റ് തരുന്നു. അതുപോലെ തന്നെ നിരവധി ട്രിപ്പുകൾ തരുന്നു. അതുപോലെ ക്യാഷ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട് കമ്പനി, ക്യാഷ് റിവാർഡ് തരുന്നുണ്ട്. പക്ഷെ അന്ന് കാലത്ത് നമുക്ക് എന്താണ്, ഈ 24 മാസം സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു ടൂർ പ്രോഗ്രാമാണ് നമുക്ക് കിട്ടുക, അല്ലാതെ ക്യാഷ് റിവാർഡും ഇല്ല, ഒന്നും നമുക്ക് കിട്ടാറില്ല. അങ്ങനെ 6 മാസം 50,000 പർച്ചേസ് വോളിയം ചെയ്തു, 24 മാസം സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത് ടൂർ പോയി. അതിലൂടെ തന്നെ ഈ ഉൽപ്പന്നങ്ങള് ഒട്ടനവധി ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. എന്താ, ഈ ഉൽപ്പന്നങ്ങളൊക്കെ വണ്ടിയുടെ ഡിക്കിലിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ വെച്ച് കെട്ടി പോവും, ആൾക്കാരില് പരിചയപ്പെടുത്തും. അങ്ങനെ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ്, സെയിൽ കൂടുമ്പോൾ നമുക്ക് വരുമാനം ഓട്ടോമാറ്റിക് ആയിട്ട് കൂടും. അതോടൊപ്പം തന്നെ ഗിരീഷ് സാറ് പറഞ്ഞെന്ന വാക്കുകളാണ് ടാർജറ്റുകൾ ഏറ്റെടുക്കുക എന്നുള്ളത്. ആ ടാർജറ്റുകൾ, ഏതൊക്കെ ടാർജറ്റുകൾ വന്നിട്ടുണ്ടോ അതൊക്കെ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഷോപ്പിന്റെ ടാർജറ്റ് ഏത് വന്നാലും ഞാൻ ഏറ്റെടുക്കാറുണ്ട്. നമുക്ക് എനർജി ഡ്രിങ്കിന്റെ ടാർജറ്റ് വന്നു, അത് ഏറ്റെടുത്തു. അന്ന് കാലത്ത് ഫ്രിഡ്ജാണ് തന്നത്, വലിയ റെഫ്രിജറേറ്റർ 2 നമുക്ക് കിട്ടി, ഷോപ്പിലേക്ക് കിട്ടി. അതിനുശേഷം 3 കൂളറിന് വാങ്ങിച്ചു. റിഫ്രഷറിന്റെ ടാർജറ്റ് ഏറ്റെടുത്ത് 3 വാങ്ങി. ഇപ്പൊ 4ാമത്തെ ടാർജറ്റും ഏറ്റെടുത്ത് 4ാമത്തെ കൂളർ ഇപ്പൊ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ടാർജറ്റുകളൊന്നും ഒരു ഇതില്ല. നമ്മൾ ഭയന്ന് പുറകോട്ട് നിൽക്കുന്നവർക്കൊന്നും യോജിച്ചതല്ല RCM എന്ന മഹത്തായ നന്മ. ചങ്കൂറ്റത്തോടു കൂടി നിലകൊള്ളുന്നവർക്കാണ് ഇതിൽ മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏതൊരു ടാർജറ്റ് വന്നാലും ഏറ്റെടുക്കാറുണ്ട്. ഇപ്പൊ അടുത്തിടെ ഉണ്ടായ ടാർജറ്റാണ് ഗാമോ റൈസിനോളിന്റെ. കഴിഞ്ഞ തവണ ഗാമയുടെ ടാർജറ്റ് ഉണ്ടായി 100 പീസിന്റെ ചെയ്തു. ഇത്തവണയും 100 പീസിന്റെ ടാർജറ്റ് ഏറ്റെടുത്ത് ചെയ്തു. ഈ പഞ്ചാബൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് ബിഗ് സാർ പോയിട്ടുള്ളതാണ്. പക്ഷെ വീണ്ടും ടാർജറ്റ് ഏറ്റെടുത്തത്. നമ്മള് ലീഡേഴ്സ് പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് കാണിക്കുക, നമ്മൾ ടീമിന് ഒരു പ്രചോദനമായി മാറുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്ത് ചെയ്തതും. അത് ചെയ്ത് പോസ്റ്റ് ഇട്ടതിന് ശേഷം ടീമിൽ ഒട്ടനവധി പേര് ഗാമയുടെ ടാർജറ്റ് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നു. അതുപോലെ പെയിന്റിന്റെ ടാർജറ്റ് ഏറ്റെടുത്ത് ചെയ്ത് പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരുപാട് പേര് പെയിന്റിന്റെ ചെയ്തു. അതുപോലെ ഗുഡ് ഡോട്ടിന്റെ ടാർജറ്റ് അത് ഏറ്റെടുത്ത്, ആ ഒരു ടാർജറ്റ് ഏറ്റെടുത്തിട്ട് എന്താണ്, ഒരു ഉദയ്പൂർ ട്രിപ്പിന് എലിജിബിളായി. 2 തവണ ഉദയ്പൂർ ട്രിപ്പിന് എലിജിബിളായി. അപ്പൊ നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ആരോഗ്യം കിട്ടുന്നു, വരുമാനം കിട്ടുന്നു. വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമുക്ക് സന്തോഷം. വരുമാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടും. അങ്ങനെ ഒരു ഹാപ്പിനെസ് ഈ ഒരു പ്രസ്ഥാനത്തിൽ കടന്നു വന്നതിന് ശേഷമാണ് ഉണ്ടായത് ജീവിതത്തില്. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ മൈസൂര് മാത്രം പോയിട്ടുള്ളൂ, വേറെ എവിടേക്കും ഞാൻ പോയിട്ടില്ല. പക്ഷെ ഈ RCM എന്ന മഹത്തായ നന്മയിൽ കടന്നു വന്നതിന് ശേഷം എന്റെ ഏറ്റവും വലിയ സ്വപ്നം RCMന്റെ കമ്പനി വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കമ്പനി വിസിറ്റ് ചെയ്തത്, എല്ലാവരും ട്രെയിനിന് പോയി കമ്പനി കാണുമ്പോ ഞാൻ ആഗ്രഹിച്ചു, ഷോപ്പിൽ നിന്ന് അധിക ദിവസം മാറി നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഫ്ലൈറ്റിന് തന്നെ പോയി കമ്പനി കാണണം എന്നൊരു സ്വപ്നം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു തന്നു നമ്മുടെ കമ്പനി തന്നെ. അതിനുള്ള ഒരു അവസരം ഒരുക്കി തന്നു. ടെക്നിക്കൽ മീറ്റിംഗിൽ കഴിഞ്ഞ വർഷം കമ്പനി കാണാനായിട്ട് പോയി. ഒറ്റയ്ക്കല്ല പോയത്,
ബിഗ് സാറിന്റെ ഞങ്ങളുടെ അമ്മയെയും കൂട്ടിയിട്ട് ഞാൻ ഫ്ലൈറ്റിനാണ് കമ്പനി കാണാനായിട്ട് പോയത്. ആ അമ്മയ്ക്ക് കിട്ടിയ സന്തോഷം പറയാൻ വാക്കുകളില്ല. കാരണം എന്താണ്, ഇത്രയും പ്രായമായ അമ്മയ്ക്ക് ഒരു ഫ്ലൈറ്റിൽ കയറാനും രാജസ്ഥാൻ കമ്പനി വിസിറ്റ് ചെയ്യാനും, ആ രാജസ്ഥാൻ കമ്പനി മാത്രമല്ല തിരിച്ചു വരുന്ന വഴി ഉദയ്പൂര് പോയി, അതുപോലെ തന്നെ നമ്മളുടെ ഗുഡ്ഡോട്ടിന്റെ കമ്പനി വിസിറ്റ് ചെയ്യാനും കൂടി ഒരു അവസരം കിട്ടി. അതും കണ്ടു. അന്ന് ഞാനും അമ്മയും കൂടി പോയത് നമ്മളുടെ എവർഗ്രീൻ ഷോപ്പ് നടത്തുന്ന അനിൽ സാറിന്റെയും സിനി മാഡത്തിന്റെയും പേൾ അച്ചീവർ സിനി മാഡത്തിന്റെയും ഒപ്പാണ്. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഭാര്യയെയും അമ്മയെയും ഒക്കെ ആരെങ്കിലും കൂടെ വിടോ, ഇത്ര ദൂര യാത്രയ്ക്കൊക്കെ വിടോ? പക്ഷേ RCM എന്ന പ്രസ്ഥാനത്തിന്റെ മഹിമയാണത്. നമുക്ക് എവിടെയും പോവാൻ നമുക്ക് സുരക്ഷിതമായിട്ട് അത്രയും സപ്പോർട്ടോടുകൂടിയും കെയറോടുകൂടിയും അനിൽ സാറ് സിനി മാഡം ഞങ്ങളെ എല്ലാവിടെയും കൊണ്ടുപോയി. അതുപോലെ ഗിരി സാറും നമ്മുടെ എല്ലാ ടെക്നിക്കൽ ലീഡേഴ്സും ഉണ്ടായിരുന്നു. അത് വെറും ഒരു ട്രിപ്പ് ആയിരുന്നില്ല, ടെക്നിക്കൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എന്താണ് കുറച്ചും കൂടിയും നമുക്ക് അവിടെ ഭയങ്കര ഒരു സ്വീകരണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നല്ല നമ്മുടെ കമ്പനിയെ മൊത്തം കാണാനും അതുപോലെ തന്നെ ഒരുപാട് സമയം ചെലവഴിക്കാനൊക്കെ സാധിച്ചു. ഈ ഒരു കമ്പനി കണ്ടത് മാത്രല്ല, ഇതിലൂടെ കിട്ടിയ ഒരു ഹാപ്പിനെസ്, RCM വന്നതിന് ശേഷം ഒരുപാട് ട്രിപ്പുകൾ പോവാനായിട്ട് സാധിച്ചു. ഗോവ, തായ്ലൻഡ്. ഞാൻ ഗൾഫിലായിരുന്നിട്ട് പോലും എന്നെ പുറത്തേക്കൊന്നും കൊണ്ടുപോകാനായിട്ട് ബിഗ് സാറിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ RCM എന്ന മഹത്തായ നന്മയിൽ കടന്നു വന്നതിന് ശേഷം നമ്മുടെ RCM കമ്പനി തായ്ലൻഡ് വരെ ഞങ്ങളെ കൊണ്ടുവന്നു. ഫാമിലി അല്ല, കപ്പിളായിട്ട് ഞാനും ബിഗ് സാറും കൂടി തായ്ലൻഡ് പോയി വന്നു. അതുപോലെ ഗോവ, മൈസൂര്, ബാംഗ്ലൂര്, ഹൈദരാബാദ്, അതുപോലെ ഗുജറാത്ത് ഇവിടെയൊക്കെ പോയി സ്ഥലങ്ങൾ കാണാനൊക്കെ സാധിച്ചു. അതുപോലെ നമ്മുടെ ഡോക്ടർ രാജൻ സാറ് നമുക്ക് എല്ലാ മാസവും ടാർജറ്റുകൾ തരികയും അതിലൂടെ നമുക്ക് ട്രിപ്പുകൾ കിട്ടാറുണ്ട്. അങ്ങനെ ഒട്ടനവധി യാത്രകൾ പോയി. പോസ്റ്റുകൾ ഇടുമ്പോ എല്ലാവരും ഷോപ്പിൽ വരുമ്പോ ചോദിക്കുക, നിങ്ങൾക്ക് എന്നും ടൂർ പോകാനേ സമയമുള്ളൂ, എപ്പൊ നോക്കിയാലും തിരക്കാന്ന് പറയും, പക്ഷെ എവിടെ നോക്കിയാലും കാണാലോ, ടൂറിലാണല്ലോ എന്നൊക്കെ. ഞാനപ്പോ അവരോട് പറയാറുള്ളത്, നിങ്ങൾ RCMലേക്ക് കടന്നു വരൂ. ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ടുള്ള ഒരു അവസരം RCMലുണ്ട്. അത് ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കും എന്ന് പറയും. ഞാനപ്പോ ഈ ഒരു പ്രസ്ഥാനത്തില് നമ്മൾ എന്താ വന്നതിന് ശേഷം നമ്മളുടെ ലൈഫ് സ്റ്റൈല് തന്നെ ഒരുപാട് മാറി. ഇന്ന് എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷന് ഞാൻ 2 മാസം മുന്നേ പോയപ്പോൾ ആ ഒരു ഫംഗ്ഷന് ചെന്ന് ഞാനും ബിഗ് സാറും കൂടി ആ ടാറ്റ ഹാരിയറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് ഞങ്ങള് ഇറങ്ങുന്നത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് കാലത്ത് എന്താണ്, എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടത് ഒരു ലേഡി ബേർഡ് സൈക്കിൾ വേണമെന്ന് ഞാൻ കുഞ്ഞിലെ സ്വപ്നം കണ്ടിട്ടുണ്ടായി. പക്ഷെ അച്ഛൻ എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തന്നില്ല. പക്ഷെ എൻ്റെ ആങ്ങളമാർക്ക് അവർക്കൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. ഒരു സൈക്കിൾ പോലും ഓടിക്കാനായിട്ട്, ആ ഒരു സ്വപ്നം പോലും സാക്ഷാത്കരിക്കാൻ പറ്റാത്ത എനിക്ക് ഇന്ന് ഒരു സ്വന്തമായിട്ട് ഒരു വണ്ടി, ഒരു ഹാരിയർ എന്നൊരു വാഹനത്തിൽ ചെന്നിറങ്ങുമ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെ അവിടെ ചെന്ന് ഇറങ്ങിയതില് ഏറ്റവും വില കൂടിയ വാഹനം എന്ന് പറയുന്നത് നമ്മളുടെ വണ്ടിയായിരുന്നു. പലരും അതില് കയറി ഇറങ്ങി. അപ്പൊ ആ ഒരു ഹാപ്പിനെസ്, അപ്പൊ കിട്ടുന്ന ആ ഒരു നിർവൃതി എന്താണെന്ന് പറയാനായിട്ട് എനിക്ക് വാക്കുകളില്ല. അത്രയ്ക്ക് ഒരു സന്തോഷമായിരുന്നു. കാരണം ഈ സന്തോഷം നമുക്ക് എവിടെയാ കിട്ടുക? മുന്നത്തെ ജീവിതമാണെന്നുണ്ടെങ്കിൽ ഒരു 800 രൂപയ്ക്ക് കൂലിക്കൊക്കെ പോയിരുന്ന ആളായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് ബിഗ് സാറിന്റെ കൂട്ടുകാരൊക്കെ ഷോപ്പിൽ കയറി വരുമ്പോൾ അവര് മുഖമൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം ആകെ ക്ഷീണിച്ച് ഉണങ്ങി ആകെ ഒരുപാട് പ്രായമായവരെ പോലെ ആയിരിക്കും. അപ്പൊ ബിഗ് സാർ അവിടെ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളി സ്റ്റൈലിൽ നിൽക്കുമ്പോ അവര് പറയും, എടാ നീ ഈ ഓരോ ദിവസം ചെല്ലുന്നോറും ചെറുതായി വരാനുള്ളടാ എന്നൊക്കെ പറഞ്ഞ ആളെങ്ങനെ ഒരു കുശലം പറയും. അപ്പൊ അവര് പറയണത്, എടാ എനിക്ക് പണിക്കൊന്നും പോവാൻ പറ്റണില്ല. ഒരു ദിവസത്തില് 30 ദിവസം ഉണ്ടെങ്കിൽ ആകെ 20 ദിവസം 22 ദിവസം പോവാൻ പറ്റണേ. അതും മേലുവേനയും അവിടെ വേന ഇവിടെ വേദന, അതുപോലെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് നിസ്സാര ദിവസമാണ് ജോലിക്ക് പോകാൻ പറ്റുക. അപ്പൊ എങ്ങനെയാ ഇന്ന് 1300 രൂപ കൂലി, ഒരു 20 ദിവസത്തേക്ക് എത്ര വരുമാനം ഉണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. പക്ഷെ RCM പ്രസ്ഥാനത്തിൽ കടന്നു വന്ന് ഇതിൽ അടിയുറച്ചു നിന്നത് കൊണ്ട് ഇന്ന് വാങ്ങുന്ന വരുമാനം എത്രയാ? ഒരു ദിവസം 3500 മേലെ വരുമാനം. ഇന്ന് കുട്ടികളുടെ കൂടെ സമയം ചെലവഴിച്ചാലും എവിടെ പോയാലും
നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പങ്കെടുക്കേണ്ടി വന്നാലും നമ്മളുടെ വരുമാനത്തിന് ഒട്ടും കുറവില്ല. പക്ഷേ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബിജു സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിനോ എനിക്കോ RCM ബിസിനസ് ഒഴിച്ചിട്ട് വേറെ ഒരു കാര്യത്തിനും ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് 4.5 വർഷം കൊണ്ട് എമറാൾഡ് എന്ന പൊസിഷനിൽ എത്താനും അടുത്ത തന്നെ ഒരു സ്റ്റാർ എമറാൾഡിലേക്ക് കുതിക്കാനുള്ള ഒരുക്കാനും ഞങ്ങൾക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്താണ്? നമ്മളുടെ ഒരു ഗോൾ, നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. അതുപോലെ പല കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങൾ ക്ഷമിക്കേണ്ടി വരും. ഇന്ന് പല ടീമിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കാരണം നമ്മുടെ സംസാര ശൈലികൾ ശരിയല്ലാത്തത് കൊണ്ട്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കംപ്ലൈന്റ് വരെ കിട്ടിയതിട്ട് അതുവരെ കേട്ടു. നമ്മൾക്ക് സഹനശക്തി, ക്ഷമ ഇത് വേണം. നമ്മൾ എത്രത്തോളം ക്ഷമിക്കുന്നോ അത്രത്തോളം നമ്മളുടെ ടീമില് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഒരു ബിസിനസ്സിലാണ്. കല്യാണങ്ങള്, പെരുന്നാളുകള്, അതുപോലെ തന്നെ സദ്യ കാര്യങ്ങൾ ഇതൊക്കെ വരും. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞു പോകുമ്പോഴും ഞങ്ങള് ആ ഒരു ഫംഗ്ഷനും പോവാറില്ല. ബിജു സാറ് ടീം വർക്കിലും ഞാൻ ഷോപ്പിലായിരിക്കും ഫുള്ള് സമയവും. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ RCMല് വന്നിട്ട് 7 വർഷമായി. നല്ലൊരു അടിപൊളി വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് രാവിലെ 9:30 തൊട്ട് രാത്രി 9 മണി വരെ RCM ഷോപ്പിലാണ്. ഇപ്പോഴും ഞാൻ വീട്ടിലേക്ക് ഉറങ്ങാൻ തന്നെയാണ് വരാറുള്ളത്. കാരണം എന്താണ്? എനിക്ക് വീട്ടിലിരിക്കുന്നതിലും സന്തോഷം കിട്ടുന്നത് RCM ഷോപ്പിലാണ്. കാരണം അവിടെ വരുമ്പോൾ ഓരോരുത്തരും പുതിയ പുതിയ വ്യക്തിത്വങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നത്. ഒരു ഹാപ്പിനെസ് പറയാൻ വയ്യ. അത്രത്തോളം ഒരു ഹാപ്പിനെസ് നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തില് കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടും. നമ്മള് ഈ ഒരു സമയം ചെലവഴിക്കുമ്പോൾ ആ ഒരു ഷോപ്പിൽ കടന്നു വരുന്ന വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് പലർക്കും ആരോഗ്യ പ്രശ്നമായിട്ട്, സാമ്പത്തിക പ്രശ്നം, വീട്ടിലെ പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം, ഇതൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ആ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും എന്നോട് ആരോടും പറയാത്ത പല വിഷമങ്ങളും നമ്മളോട് പറയാറുണ്ട്. കാരണം നമ്മളത് കേൾക്കാൻ തയ്യാറാവുന്നത് കൊണ്ടാണ്. നമ്മളൊരു ലീഡർ എന്ന നിലയിൽ, ലീഡർ എന്നല്ല, നമ്മളൊരു സഹോദരി എന്ന നിലയിലായാൽ പോലും ആരെങ്കിലും ഒരു വിഷമം പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുക. ടീമിലായാൽ അതാണ് വേണ്ടത്. നമ്മളോട് നമ്മുടെ അസോസിയേറ്റ്സ്, നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ് എന്നാണ് നമ്മുടെ ലീഡേഴ്സ് പറയാറ്. അവരൊരു കാര്യം പറയുമ്പോൾ അത് നമ്മൾ ക്ഷമയോടുകൂടി കേട്ടിട്ട് വേണം അതിന് മറുപടി കൊടുക്കാൻ. അതുപോലെ ലീഡേഴ്സ് എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പോൾ ഇടയ്ക്ക് കയറി ചിലർ പറയും. പക്ഷെ ലീഡർ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് ക്ഷമയോടുകൂടി കേട്ടിട്ട് അവസാന ഭാഗം നമുക്ക് എന്തെങ്കിലും ലീഡേഴ്സിനോട് സംസാരിക്കുകയോ ചോദിക്കുകയോ പറയുകയോ ചെയ്യാം. അങ്ങനെ പറഞ്ഞ് കേട്ട് അവർക്കൊരു സാന്ത്വനമേകുവാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർക്ക് വേണ്ട കെയർ കൊടുക്കാനും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനും സാധിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പലരും മോളെ പോലെയൊക്കെ നമ്മളെ കരുതുന്നവരുണ്ട്, പെങ്ങളെ പോലെ. അത്രയ്ക്കും ഒരു നന്മയുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഷോപ്പിനെ, എനിക്ക് അത്രയ്ക്കൊരു അറ്റാച്ച്മെന്റ് ആണ്. എൻ്റെ ഷോപ്പല്ല, എൻ്റെ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഷോപ്പ്, RCM ഷോപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തരെയും ഷോപ്പാണ്. എല്ലാവർക്കും വരാനും പോവാനുള്ള ഒരു വീട് പോലെ തന്നെയാണ് ഈ ഒരു ഷോപ്പ്. അപ്പൊ നമുക്ക് അവിടെ വരുമ്പോ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ, വീട്ടില് ഞാൻ പറഞ്ഞല്ലോ ആരുമില്ല, അമ്മയാണ് ഉള്ളത് വീട്ടില്, പിന്നെ അയൽവക്കവും ഇല്ല, ആരുമില്ല. പക്ഷെ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ ഷോപ്പിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ കിട്ടുന്ന സന്തോഷം പറയാൻ പറ്റില്ല. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ അടിയുറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വിജയം കൊയ്യാനായിട്ട് സാധിക്കും. നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. ഷെയർ യുവർ എക്സ്പീരിയൻസ്. നമുക്ക് കിട്ടിയ ആ ഒരു നന്മ, ഉൽപ്പന്നങ്ങൾ, പലർക്കും ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, അത് ഷെയർ ചെയ്യുക. മിണ്ടാതിരുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. ഗിരി സാർ പറഞ്ഞത് ഇലക്ട്രിക് പോസ്റ്റിനോട് പോലും RCM പറയണം എന്നുള്ളതാണ്. എനിക്കിപ്പോ വളരെ ഈസിയാണ്. കാരണം ഇപ്പൊ ഷോപ്പ് ഇത്തിരി റോഡ് സൈഡിലേക്ക് മാറി ആ ഷോപ്പിന്റെ ഫ്രണ്ടില് നമ്മുടെ ഇഷ്ടം പോലെ പരിചയക്കാരാണ് അതിലെ പോവാ. ഒന്ന് വെറുതെ നിന്ന് ചിരിച്ചു കാട്ടിയാൽ മതി. അപ്പൊ നമ്മുടെ അടുത്തേക്ക് വരും, കാര്യങ്ങൾ ചോദിക്കും, പറയും. എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് ആയിട്ട് ഇരിക്കുക. എനിക്കിപ്പോ പെട്ടെന്ന് ചിരി വരില്ല. കാരണം
7 വർഷം മുന്നുള്ള ആ എക്സ്പീരിയൻസും കാര്യങ്ങളും പറഞ്ഞപ്പോ ഒരു ഫീലിംഗ് ആയി. കാരണം പണ്ടത്തെ ആ ഒരു ജീവിത സാഹചര്യവും അതിൽ നിന്ന് മാറി വന്ന ആ ഒരു ഇതും ഒക്കെ കൂടി വന്നപ്പോ ആ ഒരു മൈൻഡ് തന്നെ നമ്മൾ ആ പഴയ കാലത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു സഹകരണത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോവാം. നമ്മള് നല്ല എന്താ പറയാ സാക്രിഫൈസ് അത് അതുപോലെ തന്നെ നമ്മൾ എന്താ ഒരു ലീഡറായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു പ്രൊമോട്ടറായി മാറണം, ലീഡറായിട്ട് മാറണം. ഉൽപ്പന്നങ്ങളിലേക്ക് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നു, അതുപോലെ വരുമാനം കിട്ടുന്നു, റെസ്പെക്ട് കിട്ടുന്നു, കെയർ കിട്ടുന്നു, സപ്പോർട്ട് കിട്ടുന്നു, ദീർഘദൂര യാത്രകൾ കിട്ടുന്നു. പറഞ്ഞാൽ നമുക്ക് തീരില്ല. അത്രമാത്രം എന്തും ഒരുപാട് കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. അതുപോലെ റെക്കഗ്നേഷൻ, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് കിട്ടുന്ന ഓരോ പ്രോഗ്രാമിലും ഇതിലൊക്കെ നമുക്ക് റെക്കഗ്നേഷൻ കിട്ടും. നമ്മൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ ഒരാൾ ഒരു റോസാപ്പൂ പോലും തരില്ല, നമ്മളെ ബഹുമാനിക്കില്ല. പക്ഷെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒരു ബിഗിനർ അച്ചീവ്മെന്റ് ആയാൽ പോലും മാലയിട്ട് സ്വീകരിക്കുകയും ഒരു എന്താ നമുക്കൊരു മെഡലിട്ട് നമ്മളെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇല്ലേ? അതൊക്കെ ഒരു ഹാപ്പിനെസ് തന്നെയാണ്. ഈ ഒരു പ്രസ്ഥാനത്തില് അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തില് ഒരുപാട് സന്തോഷം നമുക്ക് ലഭിക്കും. അതുപോലെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയായിട്ട് കടന്നു വന്ന് അതുപോലെ ലൈഫില് പടിപടിയായിട്ട് ഉയർന്നു വരുവാനായിട്ടും സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ലീഡേഴ്സിന്റെ പരിപൂർണ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്നത് RCM ആണെന്നുണ്ടെങ്കിൽ RCMന് തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കുക. മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ പ്രിഫറൻസ് കൊടുത്താൽ എന്താ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ത്യജിക്കേണ്ടതായിട്ട് വരും. ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഇപ്പോ നമ്മളുടെ ആ ഒരു ഫംഗ്ഷനുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് ഇതിലും വലിയ വലിയ കാര്യങ്ങളിൽ നമുക്ക് നേടാനായിട്ട് സാധിക്കും. പണ്ട് കാലത്ത് ഏതെങ്കിലും കാര്യത്തിനൊക്കെ നമ്മളെ വിളിക്കാത്തവരും ക്ഷണിക്കാത്തവരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തില് നമ്മൾ അവിടെ ചെന്നില്ലെങ്കിൽ അവിടെ ഫംഗ്ഷൻ നടക്കില്ല. അവര് നമ്മുടെ ഒഴിവനുസരിച്ച് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം വന്നെത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മളുടെ നിലയും വിലയും ഒക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് നേടണം, എന്ത് വേണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളുടെ ബിസിനസ് കൂട്ടണതും കുറയ്ക്കണതും എല്ലാം നമ്മളുടെ തീരുമാനം മാത്രമാണ്. ആ തീരുമാനം അന്തിമമായിരിക്കണം. അത് ഉറച്ച മനസ്സോടെ വേണം. സജീവ് സാറ് പറയും അങ്കടോ ഇങ്കടോ എന്ന് വെച്ച് രണ്ട് വെള്ളത്തിൽ കാലിട്ട് നിൽക്കരുത്. അതുപോലെ അങ്കടാണോ ഇങ്കടാണോ എന്ന് വെച്ച് ശങ്കിച്ച് നിൽക്കരുത്. തുനിഞ്ഞങ്ങടെ ഇറങ്ങുക. തുനിഞ്ഞിറങ്ങുക മാത്രമല്ല 100% നമ്മൾ വർക്ക് ചെയ്യുക, 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. ഡയമണ്ട് ക്ലബ്ബ് പ്രൊമോട്ട് ചെയ്യുക. ഹോം മീറ്റിംഗ്, ഹോം ഷോപ്പ്, ഡയമണ്ട് ക്ലബ്ബ്, ഇതൊക്കെ ഡിസ്പ്ലേ വാള്, ഇതിനൊക്കെ കൂടുതൽ പ്രൊമോഷൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ജീവിത വിജയം നമുക്ക് സുനിശ്ചിതമാണ്. നമ്മൾ പടിപടിയായിട്ട് ഉയരുന്നതും വളർച്ചയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ നല്ല രസമായിരിക്കും. പണ്ടത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ എന്താണ് അപ്പൊ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കണം. ഈ ഒരു മഹത്തായ നന്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കാനായിട്ട് നമുക്ക് ദൂരം വിദൂരമല്ല. 4.5 വർഷം കൊണ്ട് എമറാൾഡ് എന്ന പൊസിഷനിൽ ബിസാറിന് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് വെറും 3 വർഷം കൊണ്ട് ഒരു എമറാൾഡ് എന്ന പൊസിഷനിൽ എത്താനായിട്ട് ഓരോരുത്തർക്കും സാധിക്കും. അതിനുവേണ്ടി ലീഡേഴ്സ് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. ജീവിതത്തില് ഉടനീളം വിജയങ്ങൾ നേടാനായിട്ട് ഏവർക്കും സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ ഓരോ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു മെന്റർ വേണം. ആ മെന്റർ പറഞ്ഞു തരുന്ന കാര്യങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരു മെന്റർ അല്ല, ഒരു 5 മെന്ററെങ്കിലും നമുക്ക് ഉണ്ടാവണം. ആ ലീഡേഴ്സ് പറഞ്ഞു തരുന്ന മെന്റർ ഉണ്ടായാൽ മാത്രം പോരാ, പറയുന്നത് കേൾക്കാൻ കൂടി, കേട്ട് പ്രവർത്തിക്കാൻ കൂടി തയ്യാറാവുക. അതിലൂടെ തന്നെ നമുക്ക്
ജീവിത വിജയം നേടാനായിട്ട് സാധിക്കും. അപ്പൊ എന്നെ പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയ്ക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വിജയം വരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിജയ രഹസ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫാമിലി ആയിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. ഞാനും ബിസാറും രണ്ട് മക്കളും അതുപോലെ സ്റ്റാർ പ്ലാറ്റിനം അദ്ദേഹത്തിന്റെ പെങ്ങള് വിനിത മേഡം അതുപോലെ അമ്മ പരിപൂർണ സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിജയം നേടാൻ സാധിച്ചത്. അതുപോലെ ഗിരീഷ് സാറും സജീവ് സാറും മറ്റ് അനവധി ലീഡേഴ്സിന്റെ സപ്പോർട്ടോടു കൂടി വിജയിച്ച് മുന്നോട്ട് വരുവാനായിട്ട് സാധിച്ചു. അപ്പൊ എല്ലാവരും ഈ ഒരു മഹത്തായ നന്മയെ തിരിച്ചറിയുക, മനസ്സിലാക്കുക. നമുക്ക് വേണ്ടത് എന്താ? നമ്മൾക്ക് വിജയിക്കണം എന്നൊരു ചങ്കൂറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുക, മുന്നേറുക. എല്ലാവർക്കും ഈ ഒരു മഹത്തായ നന്മയില് അടിയുറച്ച് മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. അതോടൊപ്പം ഈ ഒരു അവസരം നൽകിയ ഗ്രേറ്റ് ലീഡേഴ്സിനും ജിഷ മാഡത്തിനും ഷൈനി മാഡം, ഗിരീഷ് സാർ എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയാസ്യം, ഗുഡാസ്യം. താങ്ക് യു ലീഡേഴ്സ്.